രാജ്യത്തിന് മതേതര ജയിലിക്ക് വലിയ നഷ്ടമുണ്ടാക്കി വിട പറഞ്ഞ സഖാവ് സീതാറാം യെച്ചൂരിക്ക് ആദരമർപ്പിച്ചു തുടങ്ങുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് താരസംഘടന അമ്മയിലുണ്ടാക്കിയ പൊട്ടിത്തെറികൾ തീരുന്നില്ല. പിളർപ്പിലേക്ക് എന്ന് തന്നെ വിളിക്കാവുന്ന രീതിയിൽ അഭിനേതാക്കൾക്ക് ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലുള്ള സംഘടന വേണം എന്നാവശ്യപ്പെട്ട് 20ഓളം പേർ രംഗത്തെത്തിയ വാർത്താ ദിനമാണ്. അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് സങ്കീർണതകൾ ഒരുപാടാണെങ്കിലും കടമ്പകൾ ഉണ്ടെങ്കിലും ഉറപ്പായും പറയാം, അവകാശ പോരാട്ടത്തിന് വേണ്ടിയുള്ള നീക്കം അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. പ്രത്യേകിച്ച് ആ മേഖലയിലെ സെക്ഷൽ അട്രോസിറ്റീസ് അടക്കം കടുത്ത ചൂഷണങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടായി പുറത്തു വരുമ്പോൾ നീക്കത്തിന്റെ തുടക്കത്തിൽ തന്നെ നടക്കില്ല എന്ന് പറയുകയാണ് ചില അഭിനേതാക്കൾ. നിരുത്സാഹപ്പെടുത്തും മട്ടിൽ സംസാരിക്കുകയാണ് ബി ഉണ്ണികൃഷ്ണൻ അടക്കം സിനിമാ മേഖലയിലെ പ്രമുഖർ. താരസംഘടനയിൽ വെട്ടവും വെളിച്ചവും കയറാൻ നടത്തുന്ന ശ്രമങ്ങൾ അസ്വസ്ഥമാക്കുന്നത് ആരെയാണ്, എന്തുകൊണ്ടാണ്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ ജോയ് മാത്തുവിനെ ഫോണിൽ പ്രതീക്ഷിക്കുന്നു. ശ്രീ ബൈജു കൊട്ടാരക്കര, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ ലിബർട്ടി ബഷീർ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ ബൈജു കൊട്ടാരക്കര. ശ്രീ ബൈജു കൊട്ടാരക്കര, താങ്കൾ മാക്ടയുടെ ഒരു ഭാരവാഹി കൂടി, ഇപ്പോൾ പ്രധാനപ്പെട്ട ഭാരവാഹി കൂടിയാണ്. ബൈജു കൊട്ടാരക്കര, ഇപ്പോൾ സിനിമാ മേഖലയിലെ 500-ലധികം വരുന്ന അമ്മ അംഗങ്ങളിൽ 20ഓളം പേർ എന്ന് പറയുന്നത് കേവലം തുച്ഛമായ ഒരു അംഗബലം മാത്രമാണ്. പക്ഷേ അവർ മുന്നോട്ടേക്ക് വരികയാണ്. അവരുടെ ശ്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഒരുപക്ഷെ ഒരുപാട് ശ്രമങ്ങൾ ഇനിയും ബാക്കിയാവേണ്ടതുണ്ടാകും. പക്ഷെ അപ്പോഴേക്കും ഇത് നടക്കാൻ പോകുന്നൊരു സംഗതിയല്ല, നടക്കാത്ത ഒരു സ്വപ്നമാണ് എന്നൊക്കെ എഴുതിത്തള്ളാൻ നടക്കുന്ന നീക്കം എന്തുകൊണ്ടാണ് ശ്രീ ബൈജു കൊട്ടാരക്കര? അതിന് പല കാരണങ്ങളുണ്ട്. അതായത് ഈ AMMA എന്ന സംഘടനയിൽ നിന്ന് ഹാഷ്മി ഇപ്പോൾ പറഞ്ഞതുപോലെ 20ഓളം പേർ മാത്രമല്ല, അതിൽ അസ്വസ്ഥരായിരിക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. ഞങ്ങളുമായും ഒരു വിഭാഗം ആളുകൾ സംസാരിച്ചിരുന്നു. ഏതാണ്ട് 4ഓളം ആളുകൾ ഇന്ന് തന്നെ ഞങ്ങളുടെ ഓഫീസിലേക്ക് വിളിക്കുകയും ഞാനുമായി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനുമായിട്ട് നമ്മുടെ ജനറൽ സെക്രട്ടറിയായിട്ട്, ഞാൻ എൻ്റെ പ്രസിഡൻ്റാണ്, അതിൻ്റെ ജനറൽ സെക്രട്ടറിയായിട്ടുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവരുടെയും ആവശ്യം ഇത് തന്നെയാണ്. അവരെ ഞങ്ങളോട് സംസാരിച്ചതും ഒരു യൂണിയനായി ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിൻ്റെ സാധ്യതകളും ഞങ്ങൾ പരിശോധിച്ച് വരുന്നു. ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് അഭിനേതാക്കളുടെ ഒരു സംഘടന ആയതുകൊണ്ട് ഇതിനെ ഒരു തൊഴിലിടത്തിലേക്ക്, അതായത് ഒരു യൂണിയനിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിൻ്റെ നിയമവശങ്ങളൊക്കെ ഒന്നുകൂടെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ AMMA ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ 20 ആളുകളോ അല്ലെങ്കിൽ 40 ആളുകളോ ഒന്നുമല്ല, ഒരു വലിയ വിഭാഗം ആളുകൾ ഇപ്പോഴത്തെ ഈ അസ്വസ്ഥതകളിൽ, ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ആളുകൾ തന്നെയാണ്. അവർക്ക് അവിടെ നിന്ന് വിട്ടുപോകണം, വിട്ടു മാറി നിൽക്കണം. കാരണം ഒന്നുകിൽ അതിൻ്റെ ആ പേരുദോഷം മാറിക്കിട്ടാനായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പുതിയൊരു സംഘടനയിലേക്ക് വന്ന് അവർക്ക് നല്ല രീതിയിൽ ചില കാര്യങ്ങൾ കാഴ്ചവെക്കുന്നതിനായിരിക്കാം. എന്താണെങ്കിലും ഇത് ഈ AMMA എന്ന് പറയുന്ന സംഘടന കൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ അവർ ആകെപ്പാടെ പറയുന്ന ഒരേ ഒരു കാര്യം കൈനീട്ടം. കൈനീട്ടം എന്ന് പറയണം. കൈനീട്ടം എന്ന് പറയുന്നത് പോലും എന്തോ ഒരു ഔദാര്യം എന്ന മട്ടിൽ കൊടുക്കുകയാണ്. ഇപ്പോൾ ട്രേഡ് യൂണിയനിലേക്ക് വന്നാൽ അതും ഈ ക്ഷേമനിധി പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടല്ലോ. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇവിടെ അമ്മ എന്ന താരസംഘടന ഏത് രീതിയിലാണ് അങ്ങേയറ്റം പരാജയപ്പെട്ടത് എന്ന് നമ്മൾ ഈ ദിവസങ്ങൾ കാണുന്നുണ്ട്. ആ മേഖലയിലെ താരങ്ങൾ അനുഭവിക്കുന്ന കൊടിയ ചൂഷണങ്ങൾക്ക് മുന്നിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ, മറുപടി പോലും പറയാൻ കഴിയാതെ ഒളിച്ചോടുന്നൊരു സംഘടനയായി അത് അതപ്പതിച്ച കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക്, അവരുടെ കാര്യങ്ങൾ ചോദിക്കാൻ നട്ടലുള്ളൊരു സംഘടന എന്ന് അവരിലാരെങ്കിലും ആഗ്രഹിച്ചാൽ കുറ്റം പറയാവോ ബൈജു കൊട്ടാരക്കര? ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇത് പണ്ട്, എനിക്കിത് പറയുമ്പോൾ ഓർമ്മ വരുന്നത്, പണ്ട് മാക്ട എന്ന ഒരു സാംസ്കാരിക സംഘടനയിൽ നിന്നാണ് ഈ മാക്ട ഫെഡറേഷൻ ഉണ്ടാകുന്നത്. ഈ മാക്ട എന്ന സംഘടനയിൽ ഞാനും ഇത് സാധാരണ ഒരു മെമ്പറായിരിക്കുന്ന സമയത്താണ് ദിനകരൻ എന്ന പേരുള്ള, അതായത് IB ശശിയുടെ അസോസിയേറ്റ് ആയിരുന്ന, ബഷീർക്കയ്ക്ക് അറിയാം, ബഷീർക്കയുടെയൊക്കെ നിറയെ സിനിമകളിൽ അദ്ദേഹം വർക്ക് ചെയ്തതാണ്. ഈ ദിനകരൻ പറമ്പിൽ പണിക്ക് പോയിട്ട് 40ഓളം സിനിമകളിൽ അസോസിയേറ്റ് ഡയറക്ടറായി ജോലി ചെയ്ത ദിനകരൻ പറമ്പിൽ പണിക്ക് പോയിട്ട് കാലിൽ വെട്ടുകൊണ്ട് അത് സെപ്റ്റിക്കായി ആണ് അദ്ദേഹം മരിക്കുന്നത്. ഈ മരിക്കുന്നതിന് മുമ്പ് ഈ ദിനകരൻ എന്തെങ്കിലും സഹായം ചെയ്യണം എന്ന് വന്ന് എന്നോട് പറഞ്ഞു. എൻ്റെയും 1-2 സിനിമകളിൽ ഈ ദിനകരൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അസോസിയേറ്റായി വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ദിനകരൻ്റെ ഭാര്യ വന്ന് പറഞ്ഞു, നമ്മളാൽ ചെയ്യുന്ന കഴിയാവുന്ന സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി, പക്ഷേ അത് പോരായിരുന്നു അവർക്ക്. അതിനുവേണ്ടി ഞാൻ അന്ന് മാക്ടയിൽ ഒരു കത്ത് കൊടുത്തു. ആ കത്ത് കൊടുത്തപ്പോൾ ഞാൻ അന്ന് കാണുന്ന കാഴ്ച എന്താ പറയുക, മാക്ടയുടെ ഓഫീസിൽ പുതുതായി ഞങ്ങൾ വാങ്ങിയ, എറണാകുളത്ത് പിന്നെ നോർത്തിൽ പുതുതായി വാങ്ങിയ ഓഫീസിൽ അന്നത്തെ സ്ഥിരം 3-4 പുള്ളികളുണ്ട്. ഞാൻ അവരെ പേരൊന്നും പറയുന്നില്ല, വിഷമിപ്പിക്കുന്നില്ല അവരെ. അവരുടെ ചീട്ടുകളിയാണ് മെയിൻ പരിപാടി. അവിടെ ചീട്ടുകളിയും സ്വല്പം മദ്യപാനവും ഒക്കെയാണ് അവരുടെ സ്ഥിരം പരിപാടിയാണത്. അവരുടെ തലമുതിർന്ന മലയാള സിനിമയിലെ ചില ആളുകളാണ്. അവർ പറഞ്ഞത്, നമ്മൾ അങ്ങനെ ഒരാളെ സഹായിക്കാൻ പോയാൽ എത്ര പേരെ സഹായിക്കാൻ പറ്റും, അത് നടക്കുന്ന കാര്യമൊന്നും അല്ല എന്നുള്ള രീതിയിൽ 1 രൂപ പോലും ഈ ദിനകരന് കൊടുക്കാതിരുന്നപ്പോഴാണ്, അതിൽ നിന്നാണ് അന്ന് തുടങ്ങുന്നത് ഈ മാക്ട എന്ന സംഘടനയിൽ നിന്ന് മാക്ട ഫെഡറേഷൻ എന്ന
19 യൂണിയനുകളുള്ള ഒരു സംഘടനയായി ഇത് വളർന്നു വന്നത്, അങ്ങനെ മാറിയത്. അതിനകത്തും ഈ പറഞ്ഞതുപോലെ ഈ താൻ തോന്നിത്തരം നടക്കാതിരുന്നപ്പോൾ അതിലെ ചില ആളുകൾ അസ്വസ്ഥരായി. അതിൽ ഒന്നാമനായിരുന്നു രഞ്ജിത്ത് ദിലീപാണ് അതിന് വളം വെച്ചു കൊടുത്തത് തുളസീദാസിന്റെ പ്രശ്നത്തിൽ. അങ്ങനെയൊക്കെ വന്നപ്പോൾ അന്ന് മാക്ട ഫെഡറേഷൻ ഉണ്ടായിരുന്ന സമയത്ത് മലയാള സിനിമയിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായും അത് പരിഹരിക്കപ്പെടും. താരങ്ങൾക്ക് ഉള്ള കാര്യം ഞങ്ങൾക്ക് ഇതില്ല. കാരണം ഞങ്ങളുടെ കൂടെ ഉള്ളത് മൊത്തം ടെക്നീഷ്യൻസ് ആണ്. സംവിധായകൻ പോയി വരെയുള്ള ടെക്നീഷ്യൻസ് ആണ് ഞങ്ങളുടെ യൂണിയനുകളെല്ലാം. ശ്രീ ജോയി മാത്യു വിളിച്ചിരുന്നു. ശ്രീ ജോയി മാത്യു, ഒരു ട്രേഡ് യൂണിയൻ എന്ന ഒരു ആഗ്രഹത്തിൽ 20ഓളം പേർ മുമ്പോട്ടേക്ക് വന്നു എന്ന് സ്ഥിരീകരിക്കുന്നത് ഫെഫ്ക ജനറൽ സെക്രട്ടറി സി ബി ഉണ്ണികൃഷ്ണൻ തന്നെയാണ്. ഇവിടെ ബൈജു കൊട്ടാരക്കര എന്ന് പറയുന്ന മാക്ടയുടെ പ്രസിഡന്റ് പറയുന്നു ഫെഫ്കെ മാത്രമല്ല അവർ മാക്ടയും കൂടി സമീപിക്കുന്നു 3-4 ആളുകൾ. അപ്പോൾ അത്തരം ഒരു ആഗ്രഹത്തിൽ ഒരു നീക്കം നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിനെ സ്വാഗതം ചെയ്യുകയല്ലേ വേണ്ടത് ശ്രീ ജോയി മാത്യു? അതെ, ഞാൻ അങ്ങേയറ്റം സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഒരു കൂട്ടർക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നത് നല്ലത് തന്നെ. അങ്ങനെ ട്രേഡ് യൂണിയനായിട്ട് നീങ്ങണമെന്ന് അവർ വിചാരിക്കുമ്പോൾ അത് നല്ലതായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ചിന്തിക്കാലോ. ശരിയാണ്. പക്ഷെ താങ്കൾ അത് അസാധ്യമാണ്, അത് എന്താണ് വരുമാനത്തിൽ വ്യത്യാസമുള്ളതുകൊണ്ട് നടക്കില്ല എന്നൊക്കെ പറഞ്ഞ പ്രതികരണം കേട്ടു. അത്തരത്തിൽ നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു നീക്കമാണോ അത് ജോയി മാത്യു? അതും ശരിയാണ്. കാരണം ഞാൻ അറിഞ്ഞത് അമ്മ സംഘടന ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ അംഗങ്ങൾ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഉണ്ണികൃഷ്ണൻ സമീപിച്ചതൊക്കെ പറഞ്ഞു കേട്ടത്. പക്ഷെ അംഗങ്ങൾ തന്നെയാണ്. അമ്മ എന്ന സംഘടന ഒരു വെൽഫെയർ ഓർഗനൈസേഷനാണ്. അത് നിലനിൽക്കുന്നത് തന്നെ അതിലുള്ള അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്കുള്ള സഹായങ്ങൾ കൊടുക്കാനും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനാണ്. അത് ട്രേഡ് യൂണിയൻ സംഘടനയല്ല. അതിൽ ബൈലോയില് പ്രത്യേകം പറയുന്നുണ്ട് ഇറ്റ്സ് നോട്ട് എ ട്രേഡ് യൂണിയൻ, ഇതൊരു വെൽഫെയർ ഓർഗനൈസേഷനാണ്. അപ്പോൾ വെൽഫെയർ ഓർഗനൈസേഷൻ അല്ലാതെ ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാർക്ക് ഞങ്ങൾ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അത് തെറ്റൊന്നുമില്ല, അവരുണ്ടായിക്കോട്ടെ, ഒരു വിരോധമില്ല. അല്ല, അപ്പം എന്തുകൊണ്ടാണ് ഓരോരോ വേതനമുള്ള അംഗങ്ങളാണ് അതുകൊണ്ട് ഇത് നടക്കാൻ പോകാത്ത മനോഹരമായ സ്വപ്നം എന്നൊക്കെയുള്ള പ്രതികരണം ഉണ്ടാകുന്നത്? ആ നീക്കം ഉണ്ടാകുമ്പോൾ അത് ഞാൻ ശ്രീ ജോയി മാത്യുവിനെ പോലെയുള്ളവർ അങ്ങനെ ഒരു നീക്കമുണ്ടെങ്കിൽ രാഷ്ട്രീയ ബോധ്യമുള്ളവർ അതിന് മുന്നിൽ നിൽക്കണ്ടേ, അതിന് നേതൃത്വം കൊടുക്കണ്ടേ ശ്രീ ജോയി മാത്യു? അല്ല, അതിന് നേതൃത്വം കൊടുക്കണമെങ്കിൽ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഉള്ള സംഘടന അമ്മ എന്ന സംഘടനയുടെ ഒരു ഭരണ നിർവ്വഹണ സമിതിയുടെ അഡ്ഹോc കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാനതിന്റെ ബൈലോ വായിച്ച് തൃപ്തിപ്പെട്ടിട്ട് അതൊരു ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന സംഘടനയാണെന്ന രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. മാത്രമല്ല, ട്രേഡ് യൂണിയൻ എന്ന് പറയുമ്പോൾ ട്രേഡ് യൂണിയൻ അതിൻ്റെതായ കുറേ വ്യവസ്ഥകളൊക്കെ രശ്മിക്കറിയാലോ. അതായത് വേതനങ്ങളിൽ തുല്യതയില്ല. അപ്പം ഞാൻ പറഞ്ഞ ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ ക്ലാസ് 4 ജീവനക്കാരുടെ അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ വേതന നിരക്കിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ ട്രേഡ് യൂണിയൻ സ്വഭാവം ഉണ്ടാകുന്നതും അവരുടെ നിലപാടുകളും അവരവരുടെ ആർഗ്യുമെന്റ്സും അതാണ്. ഇതങ്ങനെയല്ലല്ലോ. ഇതൊരു കമ്പനി അല്ല. ഒന്നാമത് മനസ്സിലായില്ല. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രൊഡ്യൂസർമാർ വന്നിട്ട് ആ സമയത്ത് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന താൽക്കാലികമായിട്ടുള്ള സംവിധാനം മാത്രമാണ് ഈ സിനിമ നിർമ്മാണം. അപ്പോൾ അവർക്ക് വിൽപ്പനയുള്ള താരങ്ങൾ അല്ലെങ്കിൽ നടന്മാർ അല്ലെങ്കിൽ ടെക്നീഷ്യൻസ് ആരാണോ അവരെയാണ് അവർ വിൽക്കുക. അവിടെ അത് ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. അവിടെ തുല്യവേതനം എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല എന്ന് തന്നെ പറയാം. പക്ഷേ നടക്കില്ല. പക്ഷേ ഒരു ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ ഉണ്ട്, അതിലെ ഡയറക്ടർമാരും ഏതാണ്ട് തുല്യവേതനം വാങ്ങുന്നവരല്ല, അതിലും ഏറ്റക്കുറച്ചിലുണ്ട്. അല്ല, പക്ഷെ അവിടെ ട്രേഡ് യൂണിയൻ വർക്കിംഗ് ചെയ്യുന്നു. ആ ട്രേഡ് യൂണിയൻ വർക്ക് ചെയ്യുന്നു. വേതനത്തിൽ കുറവ് വന്ന് വർക്ക് ചെയ്യുന്നില്ല. വേതനം കിട്ടാതെ വരുമ്പോൾ അവർ ഫെഫ്കയുടെ എന്താ പറയാ നേതൃത്വത്തിലുള്ളവർ പ്രൊഡ്യൂസർമാരായിട്ട് ചർച്ച ചെയ്യുന്നു, ആ പൈസ വാങ്ങിക്കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല സർ ജോയി മാത്യു, ഇപ്പൊ താങ്കൾ പറയുന്നത് വേതനത്തിലെ നിരക്ക് വ്യത്യാസമാണ് ഒരു പ്രശ്നമെങ്കിൽ ഈ സംവിധായകരുടെയും വേതനത്തിലെ നിരക്ക് വ്യത്യാസം അവിടെ ഉണ്ട്. അവിടെ ട്രേഡ് യൂണിയൻ പ്രവർത്തിക്കാൻ അവർക്കത് ബുദ്ധിമുട്ടാവുന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരു ആർട്ടിസ്റ്റ് സംഘടനയിൽ, ഇപ്പൊ അമ്മ എന്നുള്ള ആർട്ടിസ്റ്റുകളുടെ സംഘടനയിൽ ഇത് നടക്കാൻ പ്രയാസമാണ്, സംഭാവ്യമല്ല, സംഭവിക്കൂല. കാരണം ഇത് സ്വപ്നം മാത്രമാണ്. എന്തുകൊണ്ടാണത്? ഒരു പ്രൊഡ്യൂസർ ആണ് തീരുമാനം. ഒരു കമ്പനി ഓണർ അല്ലെങ്കിൽ ഒരു കമ്പനി മാനേജ്മെന്റ് അല്ല തീരുമാനിക്കുന്നത് എന്റെ ഫാക്ടറിയിൽ ഇന്ന തൊഴിലാളികൾ ഇന്ന വേതനത്തിന് പണിയെടുക്കണമെന്ന്. നേരെ മറിച്ച് ഒരു പ്രൊഡ്യൂസർ അയാൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് നല്ല വിലയ്ക്ക് വിൽക്കാനാണ്. നല്ല വിലയ്ക്ക് വിൽക്കണമെങ്കിൽ അയാൾക്ക് മാർക്കറ്റിൽ ചെലവാകുന്ന ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർക്കേണ്ടി വരും. അപ്പൊ അതിനാണ് ജോയി മാത്യു, രാഷ്ട്രീയ ബോധ്യമുള്ള അങ്ങേപ്പോലുള്ളവർ അങ്ങനെ സംസാരിക്കല്ലേ എന്ന് പറയുന്നത്. രാഷ്ട്രീയ ബോധ്യമുള്ള അങ്ങേപ്പോലുള്ളവർ അങ്ങനെ സംസാരിക്കല്ലേ ജോയി മാത്യു? ഞാൻ പറയുന്നത് സിനിമയാണെങ്കിലും ഏത് കമ്പനിയാണെങ്കിലും അതിൽ പ്രവർത്തിക്കുന്നവർക്ക് വേതനം കിട്ടാനുള്ള അർഹതയുണ്ട്. ഇപ്പോ ഈ സമയത്ത് വന്ന പരാതികൾ എത്ര പരാതികളാണ് ശ്രീ ജോയി മാത്യു?
ഞാൻ എത്ര പരാതികളാണ് ബാക്കി പൈസ കൊടുക്കുന്നില്ല. അങ്ങോട്ട് പറയുന്നത് കേൾക്കും. അതായത് നിങ്ങളുടെ രാഷ്ട്രീയ ബോധ്യമല്ല എന്റെ രാഷ്ട്രീയ ബോധ്യം. നിങ്ങളുടെ രാഷ്ട്രീയ ബോധ്യത്തിലുള്ള ഒരു തൊഴിലാളി സംഘടന വേറെ ആയിരിക്കും. ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു വെൽഫെയർ ഓർഗനൈസേഷനിലാണ്. വെൽഫെയർ ഓർഗനൈസേഷന്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വെൽഫെയർ ഓർഗനൈസേഷൻ ഇവരുടെ അവകാശ പോരാട്ടങ്ങൾ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത ഒരു ക്ലബ്ബാണ്. അപ്പോൾ ട്രേഡ് യൂണിയൻ വരുമ്പോൾ അതിന് താങ്കളെ പോലെയുള്ളവർ മുന്നിൽ നിൽക്കേണ്ട എന്നാണ് എന്റെ ചോദ്യം. താങ്കൾ അതിന് നിരുത്സാഹപ്പെടുത്താമോ ജോയ് മാത്യു? നോക്കൂ, ഞാൻ മുന്നിൽ നിൽക്കണോ പിന്നിൽ നിൽക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. അറ്റ്ലീസ്റ്റ് നിരുത്സാഹപ്പെടുത്താതിരുന്നൂടെ? നിരുത്സാഹപ്പെടുത്തുന്നില്ലല്ലോ, അവർ ചെയ്തോട്ടോ. ആദ്യം തന്നെ ഞാൻ പറഞ്ഞെന്താ, പറഞ്ഞത് അശ്മി, താങ്കൾ അത് കഴിഞ്ഞ് പറഞ്ഞത് എന്താണ്? അസാധ്യമായ സ്വപ്നം എന്നല്ലേ പറഞ്ഞത്? ഫസ്റ്റ് ചോദ്യത്തിന് ഞാൻ ആൻസർ ചെയ്തത് എന്താണ്? അവരങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞ് താങ്കൾ പറഞ്ഞത് എന്താണ്? അസാധ്യമായ സ്വപ്നം എന്ന് പറയാണ്. അസാധ്യമായ സ്വപ്നം എന്ന് പറയാണ്. അത് കഴിഞ്ഞ് താങ്കൾ അസാധ്യമായ സ്വപ്നം എന്ന് പറയാണ്. എനിക്ക് അങ്ങനെ പറഞ്ഞൂടെ? അതുണ്ട്, താങ്കൾക്ക് അങ്ങനെ പറയാം. നിങ്ങൾ വിചാരിക്കുന്ന രാഷ്ട്രീയ ബോധ്യത്തിൽ ഞാൻ ജീവിക്കണമെന്ന് പറയുന്നത് തെറ്റാണ്. എനിക്ക് നിലപാടും രാഷ്ട്രീയ ബോധ്യമുണ്ട്. ഞാൻ പറയുന്നത് ആവശ്യമില്ല. ഇല്ല സാർ, ഞാൻ പറഞ്ഞ രാഷ്ട്രീയ ബോധ്യം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയ ബോധ്യമല്ല. ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് ശമ്പളം വേണം എന്നുള്ള വർഗ രാഷ്ട്രീയമാണോ ഞാൻ പറയുന്ന രാഷ്ട്രീയം? കക്ഷി രാഷ്ട്രീയമല്ല സാർ, CPM-ഉം കോൺഗ്രസും അല്ല സാർ. ഞാൻ പറയുന്ന രാഷ്ട്രീയം, ഒരു സിനിമയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് അയാൾ എത്ര താഴ്ന്ന കിടയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും എത്ര കുറഞ്ഞ വേതനക്കാരനാണെങ്കിലും ആ വേതനം ചെയ്ത പണിക്ക് കിട്ടാൻ അർഹതയുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് എന്റെ രാഷ്ട്രീയം. ശ്രീ ജോയ് മാത്യു, ആ വേതനം കൊടുക്കുന്നില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങിക്കൊടുക്കാൻ ഈ പറയുന്ന അമ്മ എന്ന് പറഞ്ഞ ക്ലബിന് കെൽപ്പില്ല. അതിനുവേണ്ടി ഒരു സംഘടന ഉണ്ടാവണം. ആ സംഘടനയ്ക്ക് പ്രോത്സാഹനം കൊടുക്കണ്ടേ എന്നാണ് ചോദ്യം. താങ്കൾ പറയുകയാണ് അസാധ്യമായ സ്വപ്നമാണ്. അങ്ങനെയാണ് ശരിയാവുക? ആ സംഘടന അതിന്റെ വഴിക്ക് ഉണ്ടായിക്കോട്ടെ. എനിക്ക് ഒരു വിരോധമില്ല, ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചിലപ്പോൾ ഞാൻ ചേർന്നേക്കാം. പക്ഷെ ഇപ്പോൾ ഈ അമ്മ എന്നുള്ള സംഘടന ഒരു ട്രേഡ് യൂണിയൻ ഓർഗനൈസേഷൻ അല്ല. അപ്പൊ നിങ്ങളുടെ ചാനലിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ സംഘടനകൾ വിവിധ സംഘടനകളല്ലേ? ന്യൂസ് എഡിറ്റർ വാങ്ങുന്ന പൈസയാണോ ക്യാമറമാൻ വാങ്ങുന്നതാണോ ലൈറ്റ് ബോയ് വാങ്ങുന്നത്? അല്ല, അത് വേറെ വേറെ സംഘടനകളാണ് സാർ. ഉറപ്പായും അതെ. പക്ഷെ ലൈറ്റ് ബോയ്ക്ക് ഇവിടെ ശമ്പളം കൊടുക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ആരെങ്കിലും വേണ്ടേ സാർ? അതല്ലാതെ ശമ്പളം കൊടുക്കാതെ വീട്ടിൽ പോയി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വീട്ടിൽ പോയി അങ്ങനെ ശരിയാവുക? അങ്ങനെ ഇല്ലാതെ അമ്മ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അമ്മയിൽ അംഗമായ ഒരാൾക്ക് കൃത്യമായി ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിൽ പ്രൊഡ്യൂസറോട് ചോദിച്ച് വാങ്ങിക്കൊടുക്കൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്, ചെയ്യുന്നു. ജോയ് മാത്യു, അമ്മയിൽ എത്ര അംഗങ്ങളാണ്? അമ്മയിൽ എത്ര അംഗങ്ങളാണ് മൊത്തം ഉള്ളത്? 506 അംഗങ്ങൾ മാത്രമാണോ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്ന ഈ പറഞ്ഞ താരങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ സിനിമയിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾ 506 പേർ മാത്രമാണോ? അതെനിക്കറിയില്ല. 5000-ലധികം ആൾക്കാരുണ്ടാവും. ഞാൻ അതാ പറയുന്നത്, 5000-ലധികം പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ 506 പേരെ സെലക്ട് ചെയ്തെടുത്ത് അവരുടെ പ്രശ്നങ്ങൾ മാത്രം പരിഹരിക്കുന്ന ഒരു സംഘടന എങ്ങനെയാണ് സംഘടന എന്ന് വിളിക്കാൻ പോലും കഴിയുക? പിന്നെ സംഘടന വിളിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളാരും നിർബന്ധിച്ചിട്ട് മോനെ മെമ്പർഷിപ്പ് എടുക്കുന്നത് പറയുന്നതല്ലോ. അവർ വന്ന് മെമ്പറാകുന്ന കാരണം അവർക്കറിയാം ഇതിന്റെ നിലപാട് അവർക്കറിയാം. അവർക്ക് ഇതിൽ കിട്ടുന്ന അവശ്യ കലാകാരന്മാർക്ക് ഗവൺമെന്റ് കൊടുക്കുന്നേക്കാൾ പെൻഷനും മറ്റു ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഞങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അതന്നെയാണ് ഈ സംഘടനയുടെ പ്രസക്തി. ഇത് ട്രേഡ് യൂണിയൻ ഓർഗനൈസേഷൻ ആയിട്ട് മാറ്റുകയാണെങ്കിൽ അല്ല സർ. ജോയ് മാത്യു, താങ്കൾ തന്നെ പറഞ്ഞു 5000-ലധികം ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു മേഖലയിലെ കേവലം 506 പേരുടെ ക്ഷേമമാണ് ഈ പറയുന്ന അമ്മ എന്ന സംഘടന നോക്കുന്നത്. അതുപോലും ആരോപണം ഉയരുന്നു. 7 പേർക്ക് അല്ലെങ്കിൽ 7-8 പേർക്ക് മാത്രം താല്പര്യമുള്ള ആൾക്കാരെ മാത്രമേ അങ്ങോട്ട് അഡ്മിറ്റ് ആവണമെങ്കിൽ 1 ലക്ഷം രൂപ അങ്ങോട്ട് കിടക്കണം. സാർ, സാധാരണക്കാരായ അല്ലെങ്കിൽ ഈ പറയുന്ന വേതനം ഒരുപാട് കുറഞ്ഞ താരങ്ങൾ എന്ന് വിളിക്കാവുന്ന ആൾക്കാരും ആ ഫീൽഡിലില്ലേ? ഈ അമ്മ എന്ന് പറയുന്ന ഈ കോട്ടയിലേക്ക് പ്രവേശനം കിട്ടാത്തവർ. അശ്മി, അപ്പൊ ഞാൻ പറയാം, ഈ 5000 പേരുള്ള 5000-ലധികം പേര് വരുന്ന വലിയൊരു താരനിര അല്ലെങ്കിൽ അഭിനേതാക്കളുള്ള മലയാളം ഇൻഡസ്ട്രിയിൽ ആൾക്കാർ ചേർന്ന ഒരു സംഘടന വേറെ ഉണ്ടാക്കിക്കോട്ടെ, ഒരു വിരോധമില്ല. ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടായിക്കോട്ടെ. അമ്മ എന്നുള്ള സംഘടനയ്ക്ക് ട്രേഡ് യൂണിയൻ സ്വഭാവമല്ല ഉള്ളത് എന്ന് ഒന്നുകൂടെ വ്യക്തമാക്കുന്നു. ഇല്ല, അമ്മ എന്ന് പറഞ്ഞ ട്രേഡ് യൂണിയൻ സംഘടന അല്ല എന്ന് എനിക്ക് നന്നായി അറിയാം. എനിക്ക് നന്നായി അറിയാം. 506 ആൾക്കാരുടെ സംഘടനയെ നിങ്ങൾ പൊളിക്കാൻ നോക്കുന്നില്ല. നിങ്ങൾ ഇതാണ് പ്രശ്നം. നിങ്ങൾ 5000 ജോയ് മാത്യു, ഇത് പൊളിക്കാൻ നോക്കില്ല ബോധമുണ്ടാവുന്ന എന്തിനാണ്? ഈ 506 ഈ പറഞ്ഞ 5000 അംഗങ്ങളുള്ള ഒരു മേഖലയിൽ 506 പേരുടെ സംഘടന പൊളിക്കാൻ പോകുന്നു എന്ന തോന്നലുണ്ടാവുന്ന എന്തിനാണ്? സാർ, ഞാൻ പിന്നെയും പറയുന്നു, അങ്ങേപോലെ രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യർ ഈ 506 പേർക്ക് വേണ്ടി നിൽക്കണോ ബാക്കി 5000 പേർക്ക് വേണ്ടി നിൽക്കണോ? അതിനെ അസാധ്യമായ സ്വപ്നം എന്ന് കളിയാക്കാണോ വേണ്ടത്? അല്ല, ഞാൻ 506 പേരോട് കൂടെ നിൽക്കുന്നത്. കാരണം എനിക്ക് അവരെ അറിയുള്ളൂ. നിങ്ങൾ പറയുന്ന ഇത്രയധികം ആൾക്കാർ റിവ്യൂ ഉണ്ടാക്കുകയാണെങ്കിൽ അവരുണ്ടാക്കട്ടെ. അതിന് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടത്, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ 100% സപ്പോർട്ട് ചെയ്യുകയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യണം, വരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് അതിനെ അസാധ്യമായ സ്വപ്നം എന്നൊക്കെ കണ്ട് അതിന്റെ കൂമ്പടക്കാൻ നോക്കല്ലേ സാർ? അസാധ്യമായ സ്വപ്നം ഒന്നും നിരുത്സാഹപ്പെടുത്തല്ലേ സാർ? അമ്മ എന്ന സംഘടന ട്രേഡ് യൂണിയൻ ആക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത് അസാധ്യമായ സ്വപ്നം തെറ്റിപ്പിക്കുന്നത്. അമ്മ അങ്ങനെ നിൽക്കട്ടെ.
അല്ല, അമ്മ അങ്ങനെ തന്നെ നിൽക്കട്ടെ, അത് ബോയ്സ് ക്ലബ്ബായി തുടരട്ടെ, അവരുടെ ക്ഷേമം മാത്രം നോക്കിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അതിനപ്പുറത്തൊരു റേഡിയോ ഉണ്ടായിക്കോട്ടെ, അതിനെ അസാധ്യ സ്വപ്നം ഒന്നും പറഞ്ഞ് കളിയാക്കല്ലേ. ഉണ്ടായിക്കോട്ടെ, റേഡിയോ ഉണ്ടായിക്കോട്ടെ, അമ്മ അവിടെ നിന്നോട്ടെ, അമ്മ അങ്ങനെ ഇൻടാക്ട് ആയി നിന്നോട്ടെ. ബാക്കി അമ്മയുടെ കാര്യം അപ്പൊ അമ്മ എന്ന സംഘടനയെ പറ്റി ബാക്കി അമ്മയിലേക്ക് അങ്ങോട്ടേക്ക് ഒരു പ്രവേശനം കിട്ടാത്ത പാവങ്ങളുടെ ഒരു നിരയുണ്ടല്ലോ ആ മേഖലയിൽ. ഈ പറയുന്ന 5000 - 506 അവരും ചേർന്നോട്ടെ. നിങ്ങൾ ആ നിരക്ക് വേണ്ടി നിൽക്കൂ, ഞങ്ങളെ വിട്ടേക്കൂ. ഇല്ല, നിങ്ങളെ അല്ല ഞാൻ പറയുന്നത്, അങ്ങേ പോലെയുള്ളവരൊക്കെ അതിനെ നിരുത്സാഹപ്പെടുത്താമെന്നായിരുന്നു ചോദ്യം. ഞങ്ങൾ 506 ആള് വരുന്നത് ജീവിച്ചു പോയിക്കോട്ടെ, നിങ്ങൾ 5000 കൂടെ നിൽക്കൂ. അവർക്ക് ഉറപ്പായും സാർ, ഉറപ്പായും നിങ്ങൾ ഉറപ്പായും 506 പ്രമാണിമാർക്കൊപ്പമല്ല, ബാക്കി 5006 മനുഷ്യർക്കൊപ്പം ഒരു തർക്കം ആ കാര്യത്തിലില്ല. അല്ലല്ല, ആണല്ലോ 506 പ്രഭുക്കൾ, 506 പ്രമാണിമാർ, 506 വെൽ നോൺ ആക്ടേഴ്സ് മാത്രം നിങ്ങൾ നോക്കിക്കോളൂ. ബാക്കിയുണ്ടല്ലോ, അവർ ഞങ്ങൾ നിൽക്കും, അവരുടെ കൂടെ ഞങ്ങൾ നിൽക്കും സാർ, തർക്കമൊന്നുമില്ല. താങ്കൾ പരിഹസിച്ചാലും ഇല്ലെങ്കിലും. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ശ്രീ ബൈജു കൊട്ടരക്കര, അതാണ് നിലപാട് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് എന്താണ്? ബി ഉണ്ണികൃഷ്ണൻ പറയുന്നതും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വാഗതം ചെയ്യും, അതിന് തൊട്ടു പിന്നാലെ പറയും അമ്മയെ പിളർത്തിയൊന്നും അല്ല കേട്ടോ, അമ്മയെ പിളർത്താൻ നോക്കണ്ട കേട്ടോ. ഇതെന്താണ് ഇവർക്ക് അമ്മയോട് ഇത്ര സ്നേഹം? അമ്മയോട് സ്നേഹം ആയിക്കോട്ടെ, അതുകൊണ്ട് ട്രേഡ് യൂണിയൻ ഉണ്ടായിക്കൂടാന്നുണ്ടോ? ആഷ്മി, ഇതിനകത്ത് ഇപ്പൊ ഈ ശ്രീ ജോയ് മാത്യു പറഞ്ഞതിനകത്ത് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അതായത് ഒരു ട്രേഡ് യൂണിയൻ ആയെങ്കിൽ മാത്രമേ ഈ അവകാശങ്ങൾ ചോദിച്ചു മേടിക്കാൻ പറ്റൂ. ഈ ശമ്പളത്തിന്റെ ഒരു പിന്നെ ഏറ്റക്കുറച്ചിലൊന്നും ഇതിനകത്ത് ബാധിക്കുന്നതില്ല. അതായത് സംവിധായകർ തന്നെ 50 ലക്ഷം മേടിക്കുന്നവരുണ്ട്, 25 ലക്ഷം മേടിക്കുന്നവരുണ്ട്, 1 ലക്ഷം വരെ ശമ്പളം മേടിക്കുന്ന സംവിധായകരുണ്ട്. അവരെങ്ങനെയാണ് ഒരു ട്രേഡ് യൂണിയന്റെ കീഴിൽ, ഒരു യൂണിയന്റെ കീഴിൽ വരുന്നത്? എങ്ങനെയാണ്? ആ യൂണിയന്റെ കീഴിൽ വരുമ്പോൾ ശമ്പളത്തിന്റെ ഏറ്റക്കുറച്ചിലല്ല. ഇപ്പൊ മമ്മൂട്ടി 15 കോടി മേടിക്കുന്നെങ്കിൽ, മോഹൻലാൽ 20 കോടി മേടിക്കുന്നെങ്കിൽ, പിന്നെ അതിനകത്ത് 1 ലക്ഷവും 2 ലക്ഷവും മേടിക്കുന്ന ആർട്ടിസ്റ്റുകളുണ്ടല്ലോ. അപ്പൊ അതൊന്നും ഈ ഏറ്റക്കുറച്ചിലുകളല്ല അവിടെ വരുന്നത്. ചിലപ്പോൾ മമ്മൂട്ടിക്കോ മോഹൻലാലിനോ പൃഥ്വിരാജിനോ ഒന്നും ചിലപ്പോൾ വേണ്ടിയിരിക്കുക ആവശ്യം വരുത്തില്ലായിരിക്കാം. പക്ഷേ അതിന് താഴേക്കുള്ള ആളുകൾക്കുമൊക്കെ ഒരു ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ അവരുടെ ബേസിക് നീഡ്സ് എന്താണെന്ന് വെച്ചാൽ, ഒരു യൂണിയൻ ആവശ്യപ്പെടുകയാണെങ്കിൽ അത് ഗവൺമെന്റിനോട് അവർക്ക് പറയാനുള്ള അധികാരവും അതിനുള്ള പിന്നെ സൗകര്യവും ഒക്കെ ഉണ്ടാകുന്ന ഒരു പിന്നെ രീതിയാണ് ഈ ട്രേഡ് യൂണിയൻ ആയി കഴിഞ്ഞാൽ. പിന്നെ ഈ പറഞ്ഞതുപോലെ അമ്മയുടെ കൈനീട്ടം എന്ന് വലിയ പ്രശ്നമല്ല. അമ്മ കൊടുക്കുന്നത് 5000 രൂപയുടെ കൈനീട്ടം കൊടുക്കുന്നത്. പക്ഷേ ഇതിന് ക്ഷേമനിധിയിൽ നിന്ന് കൊടുക്കുന്നത് 4000 രൂപയാണ്. സിനിമയുടെ തന്നെ ക്ഷേമനിധിയുണ്ട്. ആ ക്ഷേമനിധിയിൽ നിന്ന് എല്ലാ ടെക്നീഷ്യൻസിനും കൊടുക്കുന്നത്, അതിൽ അംഗമായിരിക്കുന്ന ആൾക്കാർ കൊടുക്കുന്നത് 4000 രൂപയാണ് മന്ത്ലി കൊടുക്കുന്നത്. ഇൻഷുറൻസ് ഉണ്ട്. കണ്ണൂർ കാർഡ് എടുക്കുന്നവർക്ക് 5 ലക്ഷം രൂപ വരെ. കണ്ണൂർ കാർഡ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ ബേസ് ചെയ്ത് പണ്ടൊരു പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി വന്നുകൊണ്ടാണ് കണ്ണൂർ കാർഡ് എന്ന് പറയുന്നതിന്. അതിനകത്ത് നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ 5 ലക്ഷം രൂപ വരെ ചികിത്സാ സഹായം കിട്ടുന്നു. അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഫ്രീ ആണ് ചികിത്സ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ യൂണിയൻ വഴി നടക്കും. അല്ലാത്ത ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത സംഘടനയാണെങ്കിൽ അതിന് ഒരുപാട് പരിമിതികളുണ്ട്. അവിടെയാണ് ഈ മാടമ്പിത്തരവും ഈ ബലാത്സംഗവും ഒക്കെ നടക്കാൻ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള ഒരു സംഗതിയായി മാറുന്നത്. അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് അമ്മയ്ക്കൊരു പിന്നെ ട്രേഡ് യൂണിയനായി മാറാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? എന്താണ്? പണ്ട് മാക്ട ഇതേപോലെ ആയിരുന്നു. അതുകൊണ്ടാണ് മാക്ട ഫെഡറേഷൻ ഉണ്ടായത്. ഇനിയിപ്പോ അമ്മ നാളെ ഒരമ്മ ഫെഡറേഷൻ ഉണ്ടാവില്ല എന്ന് ആരാണ് കാണുന്നത്? അതുകൊണ്ട് അതിനകത്ത് പ്രവർത്തിക്കുന്ന അംഗങ്ങളുടെ പുരോഗമനത്തിന് ശരി. അല്ല, നമ്മുടെ ഉദാത്ത താല്പര്യം അത് മാത്രമാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരെയും കൂടി പരിഗണിക്കണം. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ അമ്മയിൽ അംഗത്വം കിട്ടാനുള്ള എന്താണ് മാനദണ്ഡത്തെക്കുറിച്ച് ചില ആൾക്കാരൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിരുന്നല്ലോ. ഇന്നിപ്പോൾ മാല പാർവതി പറയുകയാണ്, അവർ മുന്നോട്ട് വെച്ച ഒരാൾക്ക് അംഗത്വം വേണമെന്ന് ആവശ്യപ്പെട്ടു, അവർക്ക് അംഗത്വം കൊടുത്തില്ല. അമ്മയിലേക്ക് അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ മാത്രമേ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. അങ്ങനെ ഒരു താരസംഘടനയായി നിൽക്കുന്നു. ഇനി അങ്ങനെ നിൽക്കുന്ന താരസംഘടനയാവട്ടെ ഹേമ കമ്മിറ്റി പോലെ അതിഗുരുതരമായ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്നാണ്. മൂക്കിൻ്റെ താഴെ നടക്കുന്ന ഇക്കാര്യങ്ങളൊന്നും അറിയാത്ത ഒരു താരസംഘടന അവിടെ നിന്നോട്ടെ, ആ സംഘടന ഒന്നും അറിയാതെ അവിടെ നിന്നോട്ടെ, അവർ കൈനീട്ടം കൊടുത്തോട്ടെ. അതിനപ്പുറം ഒരു അവകാശബോധമുള്ള, ഒരു പല്ലും നഖവുമുള്ള ഒരു ട്രേഡ് യൂണിയൻ വരുന്നതിൽ എന്തിനാണ് നീ അസ്വസ്ഥപ്പെടുന്നത്? എന്തിനാണ് അതിനെ മുൻകൂട്ടി കണ്ട് മുൻവിധിയോടെ നടക്കേയില്ല എന്ന് പരിഹസിക്കുന്നത് എന്തിനാണ്? ശ്രീ ഹാഷ്മി, അമ്മ എന്ന് പറയുന്ന സംഘടന ഇന്ത്യൻ സിനിമയിലെ ഒരു മഹാത്ഭുതമാണ്. ഇന്ന് 30 വർഷത്തോളമാണ് അമ്മ 1994 തുടങ്ങിയത്. ഇന്ത്യയിലെ പല സിനിമാ ഇൻഡസ്ട്രി, നമ്മുടെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഒക്കെ പരസ്പരം താരങ്ങൾ പോരടിക്കുമ്പോൾ ഇവിടെ ശ്രീ ദിലീപിന്റെ നേതൃത്വത്തിൽ 2020 പോലൊരു സിനിമ പോലും നടക്കുകയുണ്ടായി, എല്ലാവരെയും ഉൾപ്പെടുത്തി. ഇന്ന് 125 പേർക്കോളം 5000 രൂപ വെച്ച് മാസം കൈനീട്ടം കൊടുക്കുകയാണ്. 15 ലക്ഷം രൂപയോളം ആക്സിഡന്റൽ ഇൻഷുറൻസ് ഉണ്ട്, 5 ലക്ഷം രൂപ അല്ലാത്ത ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ വലിയൊരു സമൂഹത്തെ, സിനിമയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, എസ്പെഷ്യലി അഭിനയത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ
ഒരുമിച്ച് നിർത്താൻ കഴിഞ്ഞ 30 വർഷങ്ങളായി ഇന്ത്യൻ സിനിമയ്ക്ക് പോലും മാതൃകയായ ഒരു സംഘടനയാണ്. നമ്മുടെ തമിഴ്നാട്ടിൽ ശ്രീ വിശാൽ അടക്കമുള്ളവർക്ക് അറിയാം. ശ്രീ വിശാൽ അടക്കമുള്ളവർ അവർ എതിർചേരിയിൽ നിന്ന് ആക്രമണം നേരിടേണ്ടി വന്നു. പക്ഷേ ഒരു കുടുംബത്തെ ഒരുമിച്ച് നിർത്തുന്നത് പോലെ അമ്മയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നത് വലിയൊരു രീതിയിൽ നമ്മുടെ നാട്ടിൽ കാണേണ്ടതാണ്. നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഡിസാസ്റ്റേഴ്സ് ഫണ്ടിലേക്ക് 50 ലക്ഷം രൂപയാണ് അമ്മ മുമ്പ് കൊടുത്തത്. അല്ലെങ്കിൽ 5 കോടി രൂപ നമ്മുടെ ഫ്ലഡ്സ് വന്നപ്പോൾ നമ്മൾ നമുക്കായി എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവിലൂടെ അമ്മ കൊടുത്തു. അമ്മ നടത്തിയ പരിപാടികൾ, അമ്മ മാധ്യമങ്ങളോട് ചേർന്ന് നടത്തിയ പരിപാടികൾ, ഈ താരങ്ങളെല്ലാം കണക്കിന് വിനിമയ മൂല്യമുള്ള താരങ്ങൾ അവരുടെ ജീവിതവും സമയവും മാറ്റിവെച്ച് തങ്ങളുടെ സഹതാരങ്ങൾക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ഇത്രയധികം കാര്യങ്ങൾ ചെയ്തതൊന്നും കാണാതെ അമ്മയെ താൽക്കാലികമായി നനഞ്ഞ മണ്ണാണ്, കുഴിക്കാം, ആക്രമിക്കാമെന്ന് കരുതുന്നത് കഷ്ടമല്ലേ? ശ്രീ ജോയ് മാത്യുവിനെ പോലെ നമുക്ക് എല്ലാം അറിയുന്ന ഒരു ലിബറൽ ചിന്താഗതിക്കാരനായ വ്യക്തി പോലും അമ്മയെ പൊളിക്കാൻ നിങ്ങൾ നോക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കേണ്ടി വന്നത് എത്രമാത്രം അമ്മയെ തകർക്കാൻ. അല്ല ശ്രീ രാഹുൽ ഈശ്വർ, കേവലം 20ഓളം പേർ, ഞാൻ പറഞ്ഞു ഇതിൽ വലതുപക്ഷം ഇടതുപക്ഷം ഒന്നു തന്നെയാണ്. അല്ല ഞാൻ പറഞ്ഞു ഇതിൽ വലതുപക്ഷം ഒന്നും വ്യാജ ഇടതുപക്ഷം എന്നൊക്കെ പറഞ്ഞ ഒന്നു തന്നെ. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ 506, ഇവിടെ കേവലം 506 അംഗങ്ങളിൽ കേവലം 20 പേർ അവരൊരു പ്രാഥമികമായ മൂവ് നടത്തുമ്പോഴേക്കും അതിനെ കളിയാക്കുക, അതിനെ മുളയിലേ നുള്ളുക, നടക്കില്ല എന്ന് പറയുക. എന്തിനാണ് ഇത്ര അസ്വസ്ഥത? അപ്പൊ പേടിക്കുന്നത് കൊണ്ടല്ലേ? അമ്മയെ പൊളിക്കാൻ നോക്കുന്ന എന്തിനാ ചോദ്യം? എങ്ങനെ പൊളിക്കാൻ? എന്തിനു പൊളിക്കാൻ? ഇനി നമുക്ക് നിയമപരമായി നോക്കാം. ട്രാവൻകൂർ കൊച്ചിൻ ലിറ്ററലി സയന്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് അമ്മ സ്ഥാപിതമായത്. ശ്രീ മമ്മൂട്ടി അടക്കം ഒരിക്കൽ ശ്രീ ബി ഉണ്ണികൃഷ്ണനോട് പറയുകയുണ്ടായി ഒരു ട്രേഡ് യൂണിയന്റെ സ്വഭാവം മറ്റും വേണോ. പക്ഷെ അമ്മ ഒരു ക്ലബ് അല്ല, അമ്മ ഒരു ചാരിറ്റബിൾ കൂട്ടായ്മയാണ്. അമ്മ ഈ ക്ലബ്ബ് തുടങ്ങിയ വാക്കുകളല്ല നമ്മൾ വിളിക്കേണ്ടത്, അതൊരു ചാരിറ്റബിൾ അസോസിയേഷൻ ആണ്. അതാണ് അതിന്റെ കറക്റ്റ് ടെർമിനോളജി. ആ ചാരിറ്റബിൾ അസോസിയേഷൻ അംഗങ്ങളുടെ വെൽബീയിങ്ങും വെൽഫെയറുമാണ് നോക്കുന്നത്. ട്രേഡ് യൂണിയൻ പലപ്പോഴും അവകാശ പോരാട്ടങ്ങളും റൈറ്റ്സുമാണ്. തീർച്ചയായിട്ടും ചില ആൾക്കാർക്ക് അതിൽ ആഗ്രഹം അല്ലെങ്കിൽ താല്പര്യം കാണാം. ഇപ്പൊ ശ്രീ ജോയ് മാത്യു തന്നെ പറയുകയുണ്ടായി, അദ്ദേഹം താല്പര്യം കാണാമെന്നല്ല ശ്രീ രാഹുൽ ഈശ്വർ, നമ്മൾ സമാധാനകാലത്ത് സംസാരിക്കുന്ന വാക്കുകളല്ല. ഇത് ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ഹൈക്കോടതി ജഡ്ജി കാര്യങ്ങൾ പഠിച്ചു വെച്ച റിപ്പോർട്ടിൽ ആ മേഖലയിൽ നടക്കുന്ന കൊടിയ ലൈംഗിക ചൂഷണങ്ങളെ പറ്റി റിപ്പോർട്ട് വെച്ചതിന് തുടർച്ചയിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ താങ്കൾ പറയുകയാണ് ചിലർക്ക് അവകാശ താല്പര്യം ഉണ്ടാകാം എന്നല്ല സാർ, അങ്ങനെ ലൈംഗികാധിക്ഷേപം നടത്തിയാൽ പറ്റില്ല എന്ന് ചെറുക്കാൻ ഒരു സംഘം അവിടെ ഉണ്ടാവണം, ഒരു യൂണിയൻ അവിടെ ഉണ്ടാവണം. അമ്മ അതിൽ കൊടും പരാജയമാണ്. അല്ല, ശ്രീ ഹാഷ്മിക്ക് അക്ഷമ കാണാം, അല്ലെങ്കിൽ അമ്മയെ തകർക്കാൻ ഹാഷ്മി ശ്രമിക്കുന്നില്ല, മറ്റു പലരും ശ്രമിക്കുന്നുണ്ടായിരിക്കാം. വ്യക്തിവിരോധം കാണാം, ബിസിനസ് വിരോധം കാണാം, സിനിമാ രംഗത്തെ വിരോധം കാണാം, മുമ്പ് ചില സംഘടനകൾ തകർന്നതിന്റെ ചുരുക്കോ ദേഷ്യമോ കാണാം, സ്വാഭാവികമാണ്. സിനിമാ രംഗത്ത് ഈഗോയും മറ്റുമൊക്കെ ഒരുപാട് വർക്ക് ചെയ്യുന്ന രംഗമാണ്, നമുക്കെല്ലാം ഒരുപാട് ഗ്ലാമർ ഉള്ള രംഗമാണ്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് അമ്മയുടെ പോസിറ്റീവായ സംഭാവനകളെ നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ? ഒന്ന്. രണ്ട്, അമ്മ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആണ്, അല്ലെന്ന് ആര് പറയുന്നു? അമ്മ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. പക്ഷെ അതിനെ ക്ലബ്ബ് പോലുള്ള വാക്കുകൾ വിളിക്കുമ്പോൾ അമ്മയെ ഡീമീൻ ചെയ്യണം, താറടിക്കണം, പൊതുമധ്യത്തിൽ താഴ്ത്തിക്കാട്ടണം, ഇകഴ്ത്തണം, ഡീമോണൈസ് ചെയ്യണം, വക്രീകരിക്കണം, ചെളിവാരി എറിയണം എന്ന അതൊക്കെ അവർ തന്നെ ചെയ്തില്ലേ രാഹുൽ ഈശ്വർ? രാഹുൽ ഈശ്വർ, അതൊക്കെ അവർ തന്നെ ചെയ്തില്ലേ? താങ്കൾ ഈ പറഞ്ഞ വാക്കുകൾ അതൊക്കെ അവർ തന്നെ സ്വമേധയാ ചെയ്തില്ലേ എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ ആ മേഖലയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ആ മേഖലയിൽ ഞാൻ പറഞ്ഞോട്ടെ ആ മേഖലയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ആ ഇരയ്ക്ക് വേണ്ടി നട്ടലുയർത്തി നിൽക്കാൻ കെൽപ്പില്ലാതെ രാജിവെച്ചിറങ്ങിപ്പോയ ഭീരുക്കളുടെ ഒരു കൂട്ടമല്ലേ സാർ അത്? താങ്കൾ ഈ പറഞ്ഞ ഡീമീനിങ് അടക്കം എല്ലാ കാര്യങ്ങളും സ്വമേധയാ ചെയ്തു. മിനിമം മര്യാദ അമ്മയോട് കാണിക്കണം. രാജി വെച്ചില്ലെങ്കിൽ പറയാൻ കടിച്ചു തൂക്കുകയാണെന്ന്, രാജി വെച്ചാ പറയാൻ പേടിച്ചോടുകയാണെന്ന്. എന്ത് ചെയ്താലും കുറ്റമാണോ? ആരോപണ വിധേയ രാജിവെച്ചാ പോരെ? ആരോപണ വിധേയ രാജിവെച്ചാ പോരെ? ആരോപണ വിധേയർക്ക് പിന്തുണ അർപ്പിച്ച് മോഹൻലാൽ അടക്കം എല്ലാവരും ഇറങ്ങിപ്പോണോ? അത് ഭീരുത്വമാണ് രാഹുൽ. അത് ഉത്തരവാദിത്വം നേർക്കുനേരെ ഏറ്റെടുക്കാൻ കഴിയാത്ത ഭീരുത്വമാണ്, മറുപടി പറയാൻ കഴിയാത്ത ഭീരുത്വമാണ്. താങ്കൾ നേരത്തെ പറഞ്ഞില്ലേ താങ്കൾ ഇവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ലെന്ന്. അങ്ങനെ അമ്മയുടെ ഉത്തരവാദിത്വവും ഒരു കുടുംബത്തെ പോലെ അമ്മ ഒരുമിച്ച് നിന്ന് രാജിവെക്കുകയാണ് ഉണ്ടായത്. ശ്രീ മോഹൻലാൽ എന്ന മഹാനടൻ ഏറ്റവും താഴ്മയോടെ, വിനയത്തോടെ, എളിമയോടെ ഹാഷ്മി അടക്കമുള്ള മാധ്യമ ലോകത്തോട് പറഞ്ഞത് എന്താ? ശരിയാണ്, പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ശരിയാക്കാം, ഞങ്ങൾ നിങ്ങൾക്ക് അന്യരല്ലല്ലോ, നമ്മൾ ഒരുമിച്ചല്ലേ ഇന്നലെ വരെ, ഇന്ന് നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ അന്യരായി കാണുന്നു, ശരിയാക്കാം. ഹേമ കമ്മിറ്റിയുടെ മറവിൽ സിനിമയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന ശരി, ഞാൻ രാഹുലിലേക്ക് തന്നെ എത്താം. എന്തായാലും അവർ തന്നെ രാജിവെച്ചൊഴിഞ്ഞു പോയതാണ് ഒരു പ്രശ്നമുണ്ടായപ്പോൾ. ഇനി സിദ്ദിഖിന്റെ പേരിലാണ് പ്രശ്നമെങ്കിൽ, ആരോപണ വിധേയരാണ് പ്രശ്നമെങ്കിൽ, അവരെ രാജിവെപ്പിക്കുന്നതിന് പകരം അവർക്കടക്കം പിന്തുണ കൊടുത്തുകൊണ്ട് എക്സിക്യൂട്ടീവ് ഒന്നടങ്കം രാജിവെച്ചിറങ്ങിയാൽ അവർ ആ പ്രശ്നം ഫേസ് ചെയ്യാൻ പ്രാപ്തരല്ല എന്നാണ് അതിനർത്ഥം. അതിനുള്ള പരിഹാരം കൂടിയാണ് ട്രേഡ് യൂണിയൻ എന്ന ആവശ്യം ഉയരുന്നത്. അത് നടക്കുമെന്ന് കാത്തിരുന്ന് കാണാം. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇന്നിപ്പോൾ ഈ അമ്മ എന്ന് പറയുന്ന ഒരു അംബ്രലയ്ക്ക് കീഴിൽ ഒരു ട്രേഡ് യൂണിയൻ സാധ്യമാണ് എന്ന് പറയാൻ ബി ഉണ്ണികൃഷ്ണൻ, ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറയുകയാണ്. അദ്ദേഹം മാക്ട അംഗമാണ്. മാക്ട എന്ന സാംസ്കാരിക സംഘടനയിൽ നിന്ന് ഫെഫ്ക ഉണ്ടായി.
അതുകൊണ്ട് മാക്ടയിൽ അംഗമാകാതിരിക്കുന്ന അർത്ഥമില്ല. അതുകൊണ്ട് അമ്മ എന്ന അംബ്രലയിൽ ട്രേഡ് യൂണിയൻ ഉണ്ടായാലും അമ്മ നിൽക്കും, ട്രേഡ് യൂണിയനും നിൽക്കും. ആ പറഞ്ഞ അത്ര നിഷ്കളങ്കമാണോ ശ്രീ ബൈജു കൊട്ടാരക്കര? അത് ഈ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതിനകത്ത് എനിക്ക് പറയാനുള്ളത്, എരുതിയിൽ നിന്ന് ഈ വറചട്ടിയിലേക്ക് പോയി വീഴുന്ന അവസ്ഥയേ ഉള്ളൂ. കാരണം അവിടുന്ന് അവരങ്ങനെ ചെയ്യുകയാണെങ്കിൽ. പക്ഷേ ഇത് അമ്മ എന്ന സംഘടനയ്ക്ക് ഒരു ട്രേഡ് യൂണിയൻ ആയാൽ അതിൽ കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത് അതിനകത്ത് അംഗങ്ങൾ, അതിനകത്തായിരിക്കുന്ന അംഗങ്ങൾ, അല്ലാതെ ഈ രാഹുൽ ഈശ്വർ പറഞ്ഞ പോലെ രാഹുൽ ഈശ്വർ ഇത്രയും കാലം ചില സമയത്ത് ദിലീപിൻ്റെ വക്കാലത്താണ്, ചില സമയത്ത് പീഡകന്മാരുടെ വക്കാലത്താണ്, ഇപ്പോൾ അമ്മയുടെ വക്കാലത്താണ് പുള്ളി എടുത്തിരിക്കുന്നത്. അതോ ആയിക്കോട്ടെ. അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രബലമായ സംഘടന മലയാളത്തിലെ അമ്മ എന്നൊക്കെ പറഞ്ഞു. തമിഴ്നാട്ടിലെ നടികർ സംഘത്തെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് അതിന് യാതൊരു ബോധ്യവുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. കാരണം നടികർ സംഘം ഒരു വാക്ക് പറഞ്ഞാൽ അവിടെ എന്താണ് നടക്കുന്നതെന്നും ആ നടികർ സംഘത്തിൽ എന്തൊക്കെയാണ് ആ നടികർ സംഘം ഇന്ത്യയിലെ ആദ്യ ഇനിഷ്യേറ്റീവ് എന്നല്ല, ഇന്ത്യയിലെ തന്നെ ഒരു ഒത്തൊരുമയുള്ള വലിയൊരു സംഘടനയാണെന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പിന്നെ ശ്രീ മിഥുൻ ചക്രവർത്തി നേതൃത്വം കൊടുക്കുന്ന ഹിന്ദിയിലെ സംഘടനയും അതേപോലെ തന്നെ ബോളിവുഡിലെ ഒരു സംഘടനയുണ്ട്, അതുപോലെ തന്നെ നടികർ സംഘത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ വെച്ച് നോക്കിയാൽ അവിടെ ഇവരൊക്കെ ഒന്നും ഇല്ലെന്നുള്ളതാണ്. ഇതിൻ്റെ സത്യാവസ്ഥ ഏതാണ്? അപ്പോൾ ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് മുമ്പോട്ട് പോയാൽ ഇവരുടെ ഒന്നും പല കാര്യങ്ങളും നടക്കില്ല. ഒന്നാമത് 2 ലക്ഷം രൂപയാണ് അവിടെ മെമ്പർഷിപ്പ് ആയിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുന്ന AMMയിൽ. ഈ 2 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ഇടവേള ബാബുവിൻ്റെ കൂടെ പോയാലും മെമ്പർഷിപ്പ് കിട്ടും എന്നാണ് ചില പെൺകുട്ടികളൊക്കെ പറഞ്ഞത്. അപ്പോൾ അത് നടപ്പാക്കണമെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ ആണെങ്കിൽ ചിലപ്പോൾ ചോദ്യം വരും പല ഭാഗത്തു നിന്നും. ഏതൊരു മെമ്പറിനും എഴുന്നേറ്റ് നിന്ന് അന്തസ്സായി ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം ഒരുക്കുകയാണ് ട്രേഡ് യൂണിയൻ ആയാൽ. 2, സർക്കാരിനോട് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പറയാം, ആവലാതികൾ പറയാം. ഏതൊരു സ്ഥലത്ത് ചെന്നാലും ഒരു ട്രേഡ് യൂണിയൻ ആണെങ്കിൽ അത് അതിൻ്റെതായ രീതിയിൽ തന്നെ സംസാരിക്കാനുള്ള യോഗ്യത അതിലെ മെമ്പർമാർക്കുണ്ടാകും എന്നുള്ളതാണ് സത്യം. അല്ലാതെ ഇവരൊക്കെ പറയുന്നത് പോലെ ഒരു ട്രേഡ് യൂണിയൻ ആയി കഴിഞ്ഞാൽ അതങ്ങ് നശിച്ചു പോകും എന്നൊന്നുമില്ല. നേരത്തെ ഹാഷ്മി ഉപയോഗിച്ച വാക്ക് വളരെ സത്യം തന്നെയാണ്. അതായത് ക്ലബ്ബ് തന്നെയാണ്. പണ്ട് മാക്ട അങ്ങനെയായിരുന്നു, ഒരു ക്ലബ്ബായിരുന്നു. ആ ക്ലബിൽ നിന്നാണ് ഈ പറഞ്ഞ മാക്ട ഫെഡറേഷൻ ഉണ്ടായത്. എന്ന് പറഞ്ഞതുപോലെ അമ്മ എന്ന് പറഞ്ഞ ഈ ക്ലബിൽ നിന്ന് ചിലപ്പോൾ നാളെ ഒരു അമ്മ ഫെഡറേഷൻ ഉണ്ടായില്ലെന്ന് ആര് കണ്ടു? അതായത് ചിന്തിക്കുന്ന ആളുകൾ അത് മാറി ചിന്തിക്കും, 100% മാറി ചിന്തിക്കും. ഇപ്പൊ ഈ പറഞ്ഞ 20-40 ഒന്നുമല്ല, അതിലൊക്കെ മേളെ ആളുകളുണ്ട് അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ. ജോയി മാത്യു പറഞ്ഞതുപോലെ ഈ 512 പേരുടെ ഒരു കൂട്ടായ്മ കൊണ്ടൊന്നും മലയാള സിനിമ ഓടില്ല. അല്ല ബൈജു കൂട്ടർ നോക്കൂ, 507 പേരും ജോയി മാത്യു തന്നെ പറയുന്നു 5000-ത്തിലധികം പേർ പ്രവർത്തിക്കുന്നു പറയുകയാണ്. അപ്പൊ ഈ 5000 ചിലുവാനും -506 എന്ന് പറഞ്ഞ വലിയ സംഖ്യ അവിടെ ഉണ്ടല്ലോ. ഇവർക്ക് അമ്മയിൽ ചേരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഒന്നാമത് 1 ലക്ഷം രൂപ വേണം, മാത്രമല്ല ഇവരുടെ താല്പര്യമുള്ളവരെ മാത്രമേ അവരകത്തേക്ക് കടത്തുകയുള്ളൂ. മറ്റു മാനദണ്ഡങ്ങൾ അത് പിന്നെയും പറയുന്നില്ല. 2 ലക്ഷം രൂപ പിന്നെ മറ്റു മാനദണ്ഡങ്ങൾ ഞാൻ പറയുന്നില്ല, ആരോപണമാണ്, അത് അങ്ങനെ നിൽക്കട്ടെ. ബാക്കി ഇത്തരം ആൾക്കാരില്ലേ അവരൊന്ന് സംഘടിക്കുന്നതിന് ഇവർക്ക് പ്രശ്നം എന്താണെന്ന് ബൈജു കൊട്ടാരക്കര? അതാണ് ഹാഷ്മി പറഞ്ഞത്. ഇത് ചിലരുടെ മൊണോപ്പൊളിയാക്കി വെക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് അവർ. ഈ മൊണോപ്പൊളിയാക്കി എങ്ങനെ വെക്കാൻ പറ്റും? ഇപ്പോൾ 3 സിനിമയിൽ കൂടുതൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് അവിടെ മെമ്പർഷിപ്പ് കൊടുത്തേ പറ്റൂ. ഇപ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയാമോ? മിനിമം 25,000 രൂപ ശമ്പളം വാങ്ങിയിരിക്കണം, 3 സിനിമയിൽ അഭിനയിച്ചിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, 20,000 ശമ്പളം കിട്ടിയുള്ളെങ്കിൽ ഒരു സിനിമയിൽ അതിനെന്തെങ്കിലും മാനദണ്ഡമുണ്ടോ? അതാണ് പറഞ്ഞത്. ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ചുള്ള രജിസ്ട്രേഷൻ വരികയാണെങ്കിൽ ഇതിനെല്ലാത്തിനും മാറ്റം വരും, ഉറപ്പായിട്ടും മാറ്റം വരും. അംഗങ്ങളുടെ ആ നിലവാരത്തിനും നിലനിൽപ്പിനും തന്നെ മാറ്റം വരും. ഒരു സിനിമയിൽ ഈ പറഞ്ഞ ജോയ് ബാത്ത് പറഞ്ഞല്ലോ, ഒരു സിനിമയിൽ പ്രൊഡ്യൂസറാണ് തീരുമാനിക്കുന്ന ആർട്ടിസ്റ്റുകൾ ആരാ അഭിനയിക്കേണ്ടതെന്ന്. ശരിയാണ്. ഈ 5000 അംഗങ്ങളുള്ള ഗോവിന്ദനെയോ ചങ്ങരനെയോ ഒന്നും അല്ലല്ലോ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുന്നത്. ചിലപ്പോൾ മോഹൻലാൽ ആയിരിക്കാം, ചിലപ്പോൾ മമ്മൂട്ടി ആയിരിക്കാം. കൂട്ടത്തിൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും മാത്രം വെച്ചുകൊണ്ട് സിനിമ തീരില്ലല്ലോ. 10, 50, 60, ചിലപ്പോൾ 100ഓളം ആർട്ടിസ്റ്റുകൾ വേണ്ടി വരും. ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഉൾപ്പെടെ ചിലപ്പോൾ 500, 1000, 2000 ആർട്ടിസ്റ്റുകൾ വേണ്ടി വരും. അത് സിനിമയുടെ വലിപ്പം അനുസരിച്ചാണ്. അപ്പോൾ അത് വരുമ്പോൾ അതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഈ മെയിൻ സ്ട്രീമിലുള്ള ആളുകളല്ലാതെ ബാക്കിയുള്ള ആളുകൾക്കും അവരുടെ ബേസിക് നീഡ്സ് ആവശ്യമെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ ആണെങ്കിൽ അത് നടക്കും എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ആ ട്രേഡ് യൂണിയൻ, അതുകൊണ്ട് ട്രേഡ് യൂണിയനായി രജിസ്റ്റർ ചെയ്യുന്ന AMMയ്ക്ക് എപ്പോഴും നല്ലത് തന്നെയാണ്. ചിന്തിക്കുന്ന ആളുകൾ അതിൽ നിന്ന് തീർച്ചയായിട്ടും മാറി ചിന്തിക്കും, അത് ട്രേഡ് യൂണിയൻ ആവുകയും ചെയ്യും. കാലാകാലങ്ങൾ കൊണ്ട് ഇതൊരു ക്ലബ്ബായിട്ട് തന്നെ ചിലപ്പോൾ ഈ AMMയെ നിൽക്കുകയും ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കേട്ടോ രാഹുൽ, ഇപ്പോ ഓൾ ഇന്ത്യ സിനി വർക്കേഴ്സ് അസോസിയേഷൻ മഹാരാഷ്ട്ര, അതായത് നവംബർ 27 നടികർ സംഘത്തിന്റെ മീറ്റിംഗ് 2 ഗ്രൂപ്പ് മാറി പരസ്പരം തമ്മി തല്ലി പോലീസ് ഇടപെട്ട് 2 പേരെ മാറ്റിക്കൊണ്ടു പോയതാണ്. അതുകൊണ്ടെന്താണ് സാർ ഞാൻ പറയുന്നത്, ഒരു ആശയ പ്രശ്നത്തിന്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നതിനേക്കാൾ അധമമാണ് സാർ രാഹുൽ ഈശ്വർ. ഒരു തർക്കത്തിന്റെ പേരിൽ ഞാൻ പറഞ്ഞോട്ടെ,
ഒരു തർക്കത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്നതിനേക്കാൾ അധമമാണ് കൂട്ടത്തിലുള്ളവർക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടി അതിൽ നിന്ന് ഒരു അക്ഷരം മിണ്ടാതെ ഒളിച്ചോടി ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് കൈ കഴുകുന്നത് അതിനേക്കാൾ അധമമാണ് രാഹുൽ ഈശ്വർ. കൂട്ടത്തിലുള്ളവരെ സംരക്ഷിക്കാൻ നട്ടലോടെ അമ്മ ഒരുമിച്ച് നട്ടല്ലോട് ഏതമ്മ എന്ന് അമ്മയുടെ രാജി അമ്മ പറഞ്ഞു ഇരയ്ക്കൊപ്പവുമാണ് വേട്ടക്കാരന്റെ ഒപ്പവുമാണ്. അമ്മ പറഞ്ഞു രണ്ടും ഞങ്ങളുടെ മക്കളാണ്, രണ്ടുപേർക്കൊപ്പം ഞങ്ങൾ നിൽക്കും. ഓർമ്മയില്ലേ അത്? അമ്മ പറഞ്ഞു രണ്ടും ഞങ്ങളുടെ മക്കളാണ്. ആരാണ്? ബലാത്സംഗം ചെയ്യപ്പെട്ട ആളും ഈ പറയുന്ന റേപ്പ് കൊട്ടേഷൻ കൊടുത്ത ആളും രണ്ടുപേരും ഞങ്ങളുടെ ആൾക്കാരാണ്. ഞാൻ പോലീസ് പറഞ്ഞു പ്രതിയാണ്. എന്താണ് രാഹുൽ സംശയമുണ്ടോ? രാഹുൽ സംശയമുണ്ടോ? എന്ത് പ്രതിയാണെന്നേ? അയാൾ പ്രതിയാണ്. വിധി വരുമ്പോഴല്ലേ? അല്ല, അത് വിധി വരുമ്പോഴല്ലേ? അത് വിധി വരുമ്പോഴല്ലേ രാഹുൽ ഈശ്വർ? അത് വിധി വരുമ്പോഴല്ലേ? അതിനു മുമ്പ് താങ്കൾ ആര് പറഞ്ഞു എന്ന് വെല്ലുവിളിക്കല്ലേ? അതിനായിട്ടില്ല താങ്കൾ. അതിനു മുമ്പ് താങ്കൾ ആര് പറഞ്ഞു എന്ന് വെല്ലുവിളിക്കല്ലേ? അതിനായിട്ടില്ല താങ്കൾ. കൊടുക്കാനുണ്ടോ? അതോ മേടിച്ച കാശിന്റെ നന്ദി കാണിക്കുന്നതാണോ? ഒരു കിണീവും 24 മണിക്കൂർ ഒരു കിണീവ് നല്ല കാര്യമുണ്ടോ? എന്തോന്ന് പറയാ? 24 മണിക്കൂർ ഒരു ദിലീപ് പണം ദിലീപ് പറഞ്ഞോണ്ടിരിക്കാതെ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുമ്പോ 24 ദിലീപിന്റെ ചർച്ച ചെയ്യണം. അതായത് അങ്ങനെ പലർക്കെതിരെയും ആക്രോശിച്ചതിന് ശേഷം കാവ്യാമാധവനെ ഇപ്പം പിടിക്കും നാളെ പിടിക്കും, കാവ്യാമാധവന്റെ അമ്മ കുറ്റക്കാരിയാന്നൊക്കെ പറഞ്ഞ് എല്ലാ ആരോപണങ്ങളും തകർന്ന് താഴെ വീണിട്ട് ഇന്ന് നിവിൻ പോളി അടക്കം, ശ്രീ രഞ്ജിത്ത് അടക്കം, ശ്രീ മുകേഷ് അടക്കം അതിശക്തമായി തിരിച്ചുകൊണ്ട് വന്നിരിക്കുമ്പോ ഈ വ്യാജ പരാതിക്കാരുടെ വക്കാലത്ത് പലരും കാണും. അവരെന്തെങ്കിലും പറയട്ടെ. രണ്ട്, നടികർ സംഘം പോലെയല്ല നമ്മുടെ മലയാളം മൂവി രഞ്ജിത്ത് മുകേഷ് ഒക്കെ പുണ്യാളന്മാരാണ്. നമുക്കൊരു പുണ്യാളന്റെ രൂപം ഉണ്ടാക്കി വെച്ചു കൊടുക്കാം. ആയിക്കോട്ടെ, വെച്ചോളൂ, താങ്കൾ വെച്ചോളൂ. എനിക്കെന്താ? അതാണ് രഞ്ജിത്ത് മുകേഷ് ഒക്കെ പുണ്യാളന്മാരാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പുണ്യാളത്തിന്റെ ഒരു രൂപം ഉണ്ടാക്കി കൊടുത്തിട്ട് അറിയാത്തല്ലോ. രണ്ടു കൂടെ പറഞ്ഞാൽ നാട്ടുകാർ എന്തെങ്കിലും കേൾക്കുവോ? ഇല്ലല്ലോ. അവിടെയാണ് ഓരോ വ്യാജ പരാതിയും തകർന്നു വീഴുന്ന കാണുക. അതായത് 2015 തുടങ്ങിയ ഹോട്ടലിൽ 2012 പീഡിപ്പിച്ചു. കൊച്ചിയിലുള്ള നിവിൻ പോളി ദുബായിലെത്തി പീഡിപ്പിച്ചു. വൈഫൈയിലൂടെയാണോ റേപ്പ് ചെയ്തത്? അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഡിജിറ്റൽ ആയിട്ടാണോ റേപ്പ് ചെയ്തത്? അല്ലെങ്കിൽ നെറ്റിലൂടെ റേപ്പ് ചെയ്തു എന്നാണോ പറയുന്നത്? ഓരോ കള്ളങ്ങളായി തകർന്നു വീണോണ്ടിരിക്കുകയാണ്. സിദ്ദിഖിനെതിരെ പരാതി കൊടുത്ത വ്യക്തിയെ ചൈനയിൽ നിന്ന് പുറത്താക്കിയതാണ്. സഹപാഠിയുടെ മോശം ചിത്രങ്ങൾ എടുത്തതിന് പല കാര്യങ്ങളും ഇന്ന് വെളിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമുക്ക് കാണാം. കോടതിയുടെ വിധി വരട്ടെ. പക്ഷേ അമ്മ എന്ന സംഘടനയുടെ നന്മ കാണാതെ, അമ്മ ചെയ്യുന്ന പോസിറ്റീവുകൾ കാണാതെ, അമ്മ എടുത്തതുപോലൊരു സിനിമ വേറെ ഏതെങ്കിലും ഇൻഡസ്ട്രിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അമ്മ 2020 ശരി, ശ്രീ ലിബർട്ടി ബഷീർ, ഇവിടെ അമ്മ എന്ന് പറയുന്ന 507 പേരുടെ ഒരു ചെറിയ സംഘടന, എന്താണ് മലയാള സിനിമയിലെ താരങ്ങളെ വെച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ മലയാള സിനിമ അഭിനേതാക്കളുടെ അംഗസംഖ്യ വെച്ച് നോക്കിയാൽ ന്യൂനപക്ഷങ്ങൾ മാത്രമുള്ള അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ചെറിയൊരു സംഘടന. ആ സംഘടന അവിടെ നിന്നോട്ടെ. അതിനപ്പുറം കുറച്ചുകൂടി ശക്തിയുള്ള, കുറച്ചുകൂടി നിയമപ്രകാരം പ്രവർത്തിക്കുന്ന, സർക്കാരുമായി ചേർന്ന് ടേംസിൽ ഇപ്പോൾ മഹാരാഷ്ട്ര അഫിലിയേഷൻ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ട്രേഡ് യൂണിയന്റെ പ്രാരംഭ ആലോചന നടക്കുമ്പോൾ തന്നെ ഹാലിളക്കം ഉണ്ടാക്കേണ്ടത് എന്തിനാണ്? ലിബർട്ടി ബഷീർ, അസ്വസ്ഥമാക്കുന്നത് എന്തിനാണ്? ആരെയാണത്? ആശിം ഒരു കാര്യം മനസ്സിലാക്കോ, ട്രേഡ് യൂണിയന്റെ തലപ്പത്ത് നിൽക്കുന്ന ബി ഉണ്ണികൃഷ്ണൻ ആദ്യമായിട്ട് ഈ മാക്ട എന്ന സംഘടന പൊളിച്ച് കൈ കൊടുത്ത് ഫെഫ്ക ഉണ്ടാക്കി. ഇപ്പം അത് കഴിഞ്ഞിട്ട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം അമ്മയായിട്ട് ഇപ്പോൾ ഉണ്ട്. കാരണം അത് ആ സമയത്തെത്തി ഞാൻ പറയാം. ഇപ്പം ഇനി അടുത്ത ലക്ഷ്യം അമ്മേനെ പൊളിച്ചിട്ട് കുറച്ച് ആൾക്കാർ അവൻ്റെ ഫെഫ്കയിലേക്ക് കൊണ്ടുവരാന്നുള്ള ആഗ്രഹം മനസ്സിൽ ഉണ്ട് ഉണ്ണികൃഷ്ണൻ്റെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ കേരള ഫിലിം എക്സിഡന്റ് ഫെഡറേഷൻ്റെ വലിയ സംഘടനയാണ്. അത് കേരളത്തിൽ പൊളിച്ച് കൈ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് മുൻകൈ എടുത്തത് ബി ഉണ്ണികൃഷ്ണനും ദിലീപുമാണ്. ഇപ്പം ഈ അടുത്ത ലക്ഷ്യം നമുക്ക് കാണുന്നത് അമ്മയുടെ സംഘടന പൊളിക്കാൻ വേണ്ടിയിട്ടാണ്. ആശിമ ഒരു കാര്യം മനസ്സിലാക്കണം, അമ്മയുടെ സംഘടന ഞാൻ വലിയ വാശിയോടെ സംസാരിക്കുന്നില്ല. അമ്മയെന്ന സംഘടന പൊളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫെഡറേഷൻ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് കുറേ ശ്രമിച്ചു നോക്കിയാണ് പൊളിക്കാൻ വേണ്ടിയിട്ട്. ആ സംഘടന അത്രയൊന്നും പൊളിക്കാൻ പറ്റില്ല. കാരണം എന്താ ചെയ്യുക, ഈ ഏമ കമ്മീഷനിൽ നിങ്ങളിപ്പോൾ നേരത്തെ നിങ്ങളെ
സംസാരത്തിൽ കേട്ട് ഹേമ കമ്മീഷനിൽ ഏറ്റവും കൂടുതൽ വിമർശനം ഉള്ളത് അമ്മയിലെക്കാട്ട് കൂടുതലുള്ളത് ഫെഫ്കെൻ്റെ മെമ്പേഴ്സിൻ്റെ പേരിലാണ്. അതിപ്പോൾ നിങ്ങൾക്ക് അറിയാം, കോടതിൻ്റെ എല്ലാം റിപ്പോർട്ട് വന്നാൽ ഏറ്റവും കൂടുതൽ ഫീമെയിൽ ആർട്ടിസ്റ്റിനെ ബുദ്ധിമുട്ടിച്ചത് ഫിയോക്കിൻ്റെ മെമ്പേഴ്സാണ്, ഫെഫ്കെൻ്റെ മെമ്പേഴ്സാണ്. അമ്മയിലെ മെമ്പേഴ്സ് ഒരു തുല്യ ഒരു 10% 5%, 10% ഉണ്ടാവും. ഈ ഫീമെയിൽ ആർട്ടിസ്റ്റിനെ വാതിലിൽ പോയി മുട്ടുന്നതിലും ഒരു 5% ഉണ്ടാവും. അതിൽ കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടിച്ചതും മറ്റുള്ള തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കിയെല്ലാം ഫെഫ്കെൻ്റെ മെമ്പേഴ്സാണ്. അതിൽ ഡയറക്ടേഴ്സ് യൂണിയൻ ഉണ്ടാവും, എഴുത്തുകാർ യൂണിയൻ ഉണ്ടാവും, പിന്നെ പ്രൊഡക്ഷൻ ബോയ്സ് ഉണ്ടാവും. ഈ എല്ലാ വിഭാഗത്തിലും ഒരു 29 യൂണിയൻ ഇല്ല, 29 യൂണിയനിലെ ആൾക്കാരും ഇതിൽ ബുദ്ധിമുട്ടിക്കാനുണ്ട്. അപ്പോൾ ആ സംഘടന ഇവർക്ക് പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അമ്മയിൽ നിന്ന് പോയിട്ട് അവിടെ പോയിട്ട് പോയിട്ട് മെമ്പർഷിപ്പ് കിട്ടിയോ കിട്ടാതിരിക്കുകയാലും അവിടെ പോയിട്ട് ഇവർക്ക് ഒന്നും നേടിയെടുക്കാനില്ല. കാരണം അവിടെ ഡെയിലി 500 രൂപ വാങ്ങുന്ന കൂട്ടർ വരെ മെമ്പർ പറഞ്ഞിട്ട് 1 കോടി രൂപ ശമ്പളം വാങ്ങുന്നതും മെമ്പർ പറഞ്ഞത്. 29 യൂണിയനിൽ പല യൂണിയനിലും പല വ്യത്യസ്തമായ ആൾക്കാരാണ് ഉള്ളത് ശമ്പളം വാങ്ങുന്നത്. ഇവിടെ 506 ആൾക്കാർ, ഇങ്ങോട്ട് പറയുന്ന 5000 ആൾക്കാരൊന്നും ഇല്ല. മാക്സിമം എല്ലാ ഒരു ആർട്ടിസ്റ്റുകൾ 506 കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഒരു 500 ആൾക്കാരുണ്ടാവും സീരിയൽ അഭിനയിക്കുന്നവർ. എല്ലാം കൂടി ഒരു 1000 ആൾക്കാരുണ്ടാവും. 1000 ആൾക്കാരിന് സംശയമാണ് ഉണ്ടാവില്ല. ഈ അമ്മയിൽ പെടാത്ത ആൾക്കാർ ഒരു 50-100 ആൾക്കാർ പുറത്ത് നിൽക്കുന്നുണ്ടാവും, മെമ്പർഷിപ്പ് കിട്ടാത്തത് അവരെടുക്കാത്തുണ്ടാവും. കാരണം 1 ലക്ഷം 2 ലക്ഷം കൊടുത്തിട്ട് അത്ര പെട്ടെന്ന് മെമ്പർഷിപ്പ് കൊടുക്കൂല അവർ. ഇപ്പോൾ പോയി ചോദിച്ചാലും മെമ്പർഷിപ്പ് കൊടുക്കാത്ത ഒരവസരമാണ്. കാരണം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മെമ്പർഷിപ്പ് കൊടുക്കില്ല. അവർ പോലെ പഠിച്ച് ഒരു മെമ്പർഷിപ്പ് കൊടുക്കാൻ. അപ്പം ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിട്ട് ഈ അമ്മേനെ പൊളിക്കണമെന്നുള്ള ആഗ്രഹം, മനസ്സിലുള്ള ആഗ്രഹം വേറെ ഡയമെൻഷനാണ്. 507 അംഗങ്ങൾക്ക് പുറത്ത് ആകെ മലയാള സിനിമയിൽ ബാക്കി 100 50 എന്നൊക്കെ പറയുന്ന കണക്ക് വിശ്വസിക്കാൻ പാടാണ്. ബൈജു കൊട്ടാരക്കര, ഇവിടെ ഇന്നിപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ, ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ഈ 20ഓളം ആളുകൾ സമീപിച്ച കാര്യം പറയുന്നത്. അപ്പോഴാണ് ആ വാർത്ത വരുന്നത്. പിന്നീട് അദ്ദേഹത്തെ വിളിക്കുമ്പോൾ അദ്ദേഹം സ്ഥിരീകരിക്കുകയാണ്. ഒരുപക്ഷെ ആ പശ്ചാത്തലത്തിൽ കൂടിയാകുമോ ശ്രീ ലിബർട്ടി ബഷീർ ഇത് ബി ഉണ്ണികൃഷ്ണൻ മാക്ട പൊളിച്ച് എക്സ്പെർട്ടൈസിൽ ഇപ്പോൾ എന്തോ കാരണം കൊണ്ട് അമ്മ പൊളിക്കാനുള്ള നീക്കവുമായി ഇറങ്ങിയിരിക്കുന്നു തോന്നുന്നത്. ആ തീരോട് താങ്കൾ യോജിക്കുന്നുണ്ടോ ശ്രീ ബൈജു കൊട്ടാരക്കര? ആവാൻ സാധ്യതയുണ്ട് ഹാഷ്മി. അതായത് മാക്ട ഫെഡറേഷൻ അന്ന് പൊളിക്കാൻ നിന്നത് ബി ഉണ്ണികൃഷ്ണനും ഇപ്പോൾ പിന്നെ ബലാത്സംഗ കേസിൽ നിന്ന് പോലീസ് ചോദ്യം ചെയ്ത രഞ്ജിത്തും അതേപോലെ തന്നെ ആ ഫെഫ്കയിലെ തന്നെ ചില ഉന്നത ആൾക്കാരും ദിലീപുമായിരുന്നു. ദിലീപാണ് അത് ഏറ്റവും കൂടുതൽ അന്ന് ഈ മാക്ട ഫെഡറേഷൻ പൊളിക്കാനായി മുന്നിട്ട്. അതായത് തുളസിദാസിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. തുളസിദാസിൻ്റെ ആ ഒരു ഒറ്റ കേസിൽ അതിനകത്ത് ഇവർ എല്ലാവരും കൂടെ മുന്നിട്ട് നിന്ന് അന്ന് മാക്ട ഫെഡറേഷൻ പൊളിച്ചു. മാക്ട ഫെഡറേഷൻ പൊളിച്ചെങ്കിലും മാക്ട ഫെഡറേഷൻ ഇപ്പോഴും ഉണ്ട്. 10,000-ഓളം മെമ്പർമാരും ഇപ്പോഴുണ്ട്. ഒരുപാട് പേർ ഫെഫ്കയിൽ നിന്ന് ഇപ്പോൾ വിളിച്ചുകൊണ്ടുമിരിക്കുന്നു. ഒന്ന്. രണ്ടെന്ന് പറയുന്നത്, ഈ അമ്മ എന്ന് പറയുന്ന സംഘടന നേരത്തെ ബഷീർ കേക്ക് പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ 507 മെമ്പർമാരെന്ന് ജോയി മാത്യു പറഞ്ഞല്ലോ. ഈ 507 മെമ്പർമാരിൽ ഒരു 10-30 പേര് കഴിഞ്ഞാൽ ബാക്കിയുള്ള എത്ര പേർക്ക് കണ്ടിന്യൂസ് ആയി പടമുണ്ട് എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഈ 30 പേരോളമുള്ള ആളുകൾക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് സിനിമയുള്ളത്. അതായത് ഈ അമ്മയുടെ തലപ്പത്ത് നിൽക്കുന്ന ചില ആളുകൾ, ഇപ്പം മമ്മൂട്ടി, മോഹൻലാൽ, അവർക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, സൂപ്പർ സ്റ്റാറുകളാണ്, അവർക്ക് എപ്പോഴും പടമുണ്ട്. ബാക്കിയുള്ള ആളുകളൊക്കെ നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജോ കുഞ്ചാക്കോവനെയൊക്കെ കഴിഞ്ഞാൽ പിന്നീടുള്ള ഈ 2ാം നിര നടന്മാരെന്ന് പറയുന്ന ചില ആളുകൾ, നടന്മാരും നടികളും, അവർക്ക് എത്ര പേർക്ക് സിനിമയുണ്ട്? അവർക്ക് സിനിമ വളരെ കുറവുള്ളൂ. ഒരു വർഷം ചിലപ്പോൾ 2-3 സിനിമ കിട്ടിയെങ്കിലായി, ചിലപ്പോൾ 2 സിനിമ കിട്ടിയെങ്കിലായി. ഇനി സിനിമകളില്ലാത്തവരുമുണ്ട്. ഈ രമ്യ നമ്പീശൻ എന്ന് പറഞ്ഞ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അന്ന് രമ്യ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ, അവരുടെ കൂടെ നിന്നതിൻ്റെ പേരിൽ ഇന്നേ വരെ രമ്യ ആകെപ്പാടെ അഭിനയിച്ച 4 സിനിമയില്ല. 2017 തുടങ്ങി 2024 വരെ ആകെപ്പാടെ രമ്യ നമ്പീശൻ അഭിനയിച്ചത് 7 വർഷം കൊണ്ട് അഭിനയിച്ച 4 സിനിമയിലാണ്. പാർവതി തിരുവത്ത് അഭിനയിച്ചത് ഏതാണ്ട് 6 സിനിമകളിലാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ ഈ പവർ ഗ്രൂപ്പ് ആരാണെന്നും ഏത് രീതിയിലാണെന്നും. അല്ല, ദിലീപിനെ മാത്രം മഹത്വവൽക്കരിക്കാൻ ചില ആളുകൾ വന്നിരിപ്പുണ്ട്. അതിലൊന്നും ഒരു കഴമ്പുമില്ല. ദിലീപിനെയും കാവ്യമാധവനെയൊക്കെ എപ്പോൾ പറഞ്ഞാലും മഹത്വവൽക്കരിച്ചുകൊണ്ടിരിക്കുക. എന്താണ് ഇതിൻ്റെ കാര്യം എന്ന് അറിയാൻ പാടില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ വേട്ടക്കാരുടെ കൂടെ നിന്നിട്ട് ഈ വേട്ടക്കാരെ മുഴുവൻ, ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴാണ് വേറെ സംസാരമായി പോയത്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ പുണ്യാളച്ചന്മാരായിട്ട് ഇങ്ങനെ പിന്നെ വഴി കൊണ്ട് നിർത്തണോ, പിന്നെ പൂജിക്കണോ, മെഴുതിരി കത്തിച്ചു വെക്കണോ? മുകേഷിൻ്റെയും രഞ്ജിത്തിൻ്റെയും ഇവരാരും ഒന്നും ചെയ്തിട്ടില്ല. കാരണം ഈ രാഹുൽ ഈശ്വറിന് സിനിമയെക്കുറിച്ചൊരു ചുക്കും അറിയത്തില്ല എന്നുള്ളതാണ് സത്യം. സിനിമ കാണുമായിരിക്കാം, പക്ഷേ ഇൻഡസ്ട്രിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് ആദ്യം ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം.
ഇൻഡസ്ട്രിക്കകത്ത് എന്താണ് നടക്കുന്നത്, എന്താണ് സംഘടന, ഏതെല്ലാം സംഘടനകളിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടക്കുന്നത്, ഇവിടെ എന്താണ് ലൊക്കേഷനിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കും. ഇതേപോലെയുള്ള ഈ ചീഞ്ഞ വക്കാലത്തുകളുമായിട്ട് രാഹുൽ ഞാൻ തരാം അവസരം ലിബർട്ടി ബഷീർ കേൾക്കുന്നവർക്ക് വേണം. എന്തായാലും രാഹുൽ, ഞാൻ അങ്ങനെ ബൈജു കൊട്ടാരം ഞാൻ രാഹുലിലേക്ക് എത്തും. മറുപടി പറയട്ടെ, പറയൂ. മറുപടി പറയട്ടെ. അതായത് ശ്രീ ബൈജു കൊട്ടാരക്കരയ്ക്ക് നിയമത്തെ കുറിച്ച് ഒന്നും അറിയില്ല. ശ്രീ രഞ്ജിത്തിനെതിരെ ഇട്ടിരിക്കുന്ന വകുപ്പ് 354 ആണ്, 375 ആണ് റേപ്പ്. ബലാത്സംഗ കേസിലല്ല രഞ്ജിത്തിനെ ചോദ്യം ചെയ്യുന്നത്. മിനിമം എന്തെങ്കിലും അറിവ് വെച്ചിട്ടെങ്കിലും പറയണം. 354 എന്ന ഔട്ട്റേജിംഗ് ദ മോഡസ്റ്റി ഓഫ് ദി വുമൺ ആണ്, 375 വകുപ്പിലല്ല. അപ്പൊ അങ്ങ് ഫാക്ട് പറയുന്നതിൽ പണ്ടേ വീക്കാണ്, എനിക്കിത് കുഴപ്പമില്ല. ശ്രീ രാഹുൽ ഈശ്വറിന് നിയമത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. രണ്ട്, ഞാൻ തിരിച്ച് വ്യക്തിപരമായി പറയുന്ന ഒരാളാണ്. താങ്കൾ കഴിഞ്ഞ നൂറ്റാണ്ടിലല്ലേ അവസാന സിനിമ എടുത്തത്, ഈ നൂറ്റാണ്ടിലല്ലല്ലോ, കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലല്ലേ. അതുകൊണ്ട് സിനിമയിൽ ആരോടെങ്കിലും അസൂയ വെച്ചിട്ട് ആരെങ്കിലും അപകീർത്തിപ്പെടുത്തുന്നതിന് എന്ത് അർത്ഥമാണ്? ശ്രീ ദിലീപിനെതിരെ ആകട്ടെ, ബാക്കിയുള്ളവർക്കെതിരെ ആകട്ടെ, ഞാൻ ഈ അടുത്ത കാലത്ത് എത്ര സിനിമ ചെയ്യുന്നത് തനിക്ക് അറിയത്തില്ലല്ലോ രാഹുലെ. വ്യക്തിവിരോധം തീർക്കാനുള്ളതല്ല പൊതുമണ്ഡലം. താങ്കളല്ലല്ലോ എന്റെ സിനിമകളെ കുറിച്ച് അന്വേഷിക്കുന്നത്. ഞാൻ പറയുന്ന സത്യം നീ കേൾക്കൂ. അതുകൊണ്ട് താങ്കൾ പറയുന്ന എല്ലാ ഇയാള് പറയുന്ന മഹത്വവൽക്കരണം ചുമ്മാ ഇരിക്കണം. മഹത്വവൽക്കരണമല്ലേ ഞാൻ പറയുന്നത്? നിങ്ങളെക്കാട്ടി സൗണ്ട് എനിക്കുണ്ട്. മഹത്വവൽക്കരിക്കാൻ ദൈവത്തെ ഓർത്ത് സിനിമാ മേഖലയെ പലപ്പോഴും കരിവാരിത്തേക്കാനും സൗണ്ട് എടുത്ത് പറയണോ? സൗണ്ട് എടുക്ക. തന്റെ സ്വഭാവം ഇതാണ്, എല്ലാവർക്കും അറിയാം. കേരളത്തിൽ സർവ്വ ആൾക്കാർക്ക് പറയാം. കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും പല കള്ളപ്പരാതികളും ഇല്ലാതായത്. ഞാൻ ദിലീപിനെ പൈസ മേടിച്ചിട്ടില്ല. കള്ളം പറയാം. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് എന്താണ് സംഭവിക്കുന്നത് രാഹുൽ പൈസ മേടിച്ചത് അങ്ങനെയാണോ? ആവശ്യമില്ല. രാഹുൽ ചർച്ചയുടെ മര്യാദയെങ്കിൽ അദ്ദേഹത്തോട് പറയണം. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ യോജിച്ചിട്ടല്ലല്ലോ ഞാൻ മിണ്ടായിരുന്നത്. അതൊരു പരസ്പര മര്യാദയാണ്. ഇത് കേട്ടോണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കണം. ഇപ്പൊ നിങ്ങൾ കണ്ട നിങ്ങളുടെ ഫ്രണ്ട് വെച്ചുള്ള ഒരു കളവാണ്. രഞ്ജിത്ത് ബലാത്സംഗ കേസിൽ പെട്ടു. രഞ്ജിത്ത് ബലാത്സംഗ കേസിൽ അല്ല പെട്ടിരിക്കുന്നത്, 354 എന്ന് പറയുന്ന കേസിലാണ്. രഞ്ജിത്തിനെതിരെ രണ്ടാമത് വന്ന പരാതി എന്ന് പറയുന്നത് വ്യാജ പരാതി എന്ന് തെളിയിക്കാൻ 2015 തുടങ്ങിയ ഹോട്ടലിൽ 2012 ഈ വ്യക്തിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആരെയെങ്കിലും വ്യാജ പരാതികൾ കൊണ്ട് ഇങ്ങനെ കരിവാരി തേച്ച് വ്യക്തിവിരോധം തീർക്കുന്നതാകരുത് നമ്മുടെ മാധ്യമ മണ്ഡലവും പൊതുമണ്ഡലവും നിയമമണ്ഡലവും. ഇവർക്കെതിരെ എല്ലാം കോടതിയുടെ ആക്ഷൻ വരട്ടെ. ശരി, നമുക്ക് നോക്കാം. ഓക്കെ. ശരി. ലിബർട്ടി ബഷീർ ഇവിടെ ഇപ്പൊ താങ്കൾ പറയുന്നത് ഈ പറയുന്ന വേട്ടക്കാരുടെ കൂട്ടത്തിൽ കൂടുതൽ ഫെഫ്ക അംഗങ്ങളാണ് താങ്കൾ പറഞ്ഞാൽ, ഇരകളുടെ കൂട്ടത്തിൽ കൂടുതൽ ഈ പറയുന്ന താരങ്ങൾ തന്നെയല്ലേ? അല്ലെങ്കിൽ താരങ്ങളുടെ അമ്മ എന്ന് പറയുന്ന അംബർലയ്ക്ക് താഴെ അവർ നോക്കേണ്ടവർ തന്നെയല്ലേ? അതുണ്ടായിട്ടില്ല. അത് മാത്രമാണ് ഈ സെക്ഷൽ അട്രോസിറ്റീസ് മാത്രമാണ്. അതല്ല ഈ പറയുന്ന വിലക്ക്, ഈ പറയുന്ന അതിഭീകരമായ വേതന നിരക്കിലെ പറഞ്ഞ അതിഭീകരമായ ഗ്യാപ്പ്, അത് തന്നെ കൊടുക്കാത്ത അവസ്ഥ, ഇതിനോടൊന്നും പ്രതികരിക്കാൻ കഴിയാത്ത ഒരു ക്ലബ്ബ് സ്വഭാവത്തിലെ സംഘടനയാണ് അമ്മ. അതിനപ്പുറം നിയമപ്രകാരം ട്രേഡ് യൂണിയൻ വന്നോട്ടെന്നേ. ആർക്കാണ് അതിലെ പ്രശ്നം? എൻ്റെ ആദ്യ ചോദ്യം ഇപ്പോൾ അത് ബി ഉണ്ണികൃഷ്ണൻ്റെ പ്ലോട്ടാണെങ്കിലും അല്ലെങ്കിലും. ആഷിഫ്, നിങ്ങൾ പറഞ്ഞ ട്രേഡ് യൂണിയൻ വന്നാലല്ലോ നല്ല കാര്യം എന്നാൽ അതിലൊന്നും എനിക്ക് വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും എതിർപ്പില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ആഷിഫ്, ഈ ട്രേഡ് യൂണിയനിൽ വന്നിട്ട് ഇവർക്ക് വിലപേശാനുള്ള ശക്തി ഇവർക്ക് ഉണ്ടാവില്ല. അങ്ങോട്ട് ട്രേഡ് യൂണിയനിൽ വന്നിട്ട് ഇവർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത് പിന്നെ ആരാന്ന്? പ്രൊട്ടക്ഷൻ ബോയ്സ് എന്നത് നിങ്ങൾ നേരത്തെ ഇപ്പം പറഞ്ഞ അതിന് അതിൽ ഈ അനുഭവിച്ച ഏമ കമ്മീഷനിൽ പിന്നെ പറഞ്ഞ അതിൽ കുറേയധികം ഭാഗം ഫെഫ്കയിലും ഉണ്ട്, അമ്മയിലുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ പറയുന്നത് 2017 നടന്ന സംഭവത്തിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മോഹൻലാലും പ്രസിഡൻ്റായിട്ട് വന്ന ശേഷം ഇതെല്ലാം അന്നത്തെ കാലത്ത് ഇന്നസെൻ്റ് ഏട്ടനും ദിലീപും അമ്മ മരിക്കുന്ന സമയത്താണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത്. അന്ന് ഇന്നസെൻ്റ് ഏട്ടൻ സംഘടനാപരമായിട്ട് പരാജയമാണ്. ഒരു വിഷയവും ഏറ്റെടുക്കില്ല, അങ്ങോട്ട് എല്ലാം തമാശയിൽ കൂടെ അങ്ങ് പോയി. അപ്പോൾ സംഭവിക്കാനെല്ലാം സംഭവിച്ച് പിന്നെ ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾക്ക് പേയ്മെൻറ്റ് ബാക്കിയുണ്ടെങ്കിൽ ഇപ്പം മോഹൻലാൽ വന്നതിന് ശേഷം 2018 മോഹൻലാൽ പ്രസിഡൻ്റായി എടുത്തതിന് ശേഷം അങ്ങേയറ്റം ആ സംഘടന നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം പരാജയപ്പെട്ടുകൊണ്ടാണ് അയാൾ പെട്ടെന്ന് രാജിവെച്ചത്. അയാൾ ഇപ്രാവശ്യം നിർബന്ധിച്ച് അയാൾ പ്രസിഡന്റ് ആക്കിയതാണ്, ഒരിക്കലും സ്വയം മനസ്സാരം വന്നതല്ല. മമ്മൂക്ക കുറേ കാലം നിന്നിട്ട് മമ്മൂക്ക ഈ തലവേദനക്ക് കഴിഞ്ഞിട്ട് മമ്മൂക്ക തിരിച്ചുപോയി സംഘടന പരമായിട്ട് സാധാരണ മെമ്പറായിട്ടായിരുന്നു ഇപ്പോൾ 10 വർഷമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ പൈസ ആർട്ടിസ്റ്റുകളുടെ പേയ്മെൻറ്റ് ബാക്കി കഴിഞ്ഞാൽ അതിൽ എല്ലാവരും ഇടപെടും. ഇന്നത്തെ പഴയ മാതിരിയല്ല ആശും, ചേംബർ ഇടപെടും, ഈ ഫെഫ്ക ഇടപെടും,
അമ്മ ഇടപെടും. പേയ്മെന്റ് കൊടുക്കാതെ ഒരു പണം റിലീസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ലാബ് കൊടുത്താൽ ആ നമ്മുടെ സമയം കഴിയണം, ക്ഷമിക്കണം. എന്തായാലും ഈ അടുത്ത് വരുന്ന പരാതികളിലും അന്നുള്ള സിനിമയുടെ പൈസ തന്നിട്ടില്ല എന്ന് പറഞ്ഞ എത്ര പരാതികൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നതിൻ്റെ അർത്ഥം ആ ഇടപെടൽ ഉണ്ടാവാൻ, ഇത്തരത്തിൽ അട്രോസിറ്റീസ്, ചൂഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ശക്തമായി ചെറുക്കാൻ ഒരു സംഘടന ഉണ്ടാവുന്നെങ്കിൽ അത് ഉണ്ടാവട്ടെ എന്ന നിലപാട്, എന്ന പുരോഗമന നിലപാടാണ് എല്ലാവരും സ്വീകരിക്കേണ്ടതാണ് എൻ്റെ ഒരു ധാരണ. എന്തായാലും 20 പേർ അവർ ആ ആലോചനയുമായി മുന്നോട്ടേക്ക് വന്നല്ലോ. ആ 20 പേർക്ക് അഭിവാദ്യങ്ങൾ. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.